പ്രൈം ടൈം ചർച്ചകളുടെ അണിയറ വിശേഷങ്ങൾ. കോടതി വ്യവഹാരങ്ങളെ പോലും ഈ ചാനൽ ചർച്ചകൾ സ്വാധീനിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞങ്ങളെല്ലാം ഡാൻസ് പഠിക്കേണ്ടി വരുമോ? 4-5 ചാനലിലൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത കാലുണ്ടായിരുന്നു. അപ്പൊ ആളുകളുടെ ധാരണ എനിക്ക് ഇതിലത്തെ ജോലിയുള്ള ആളാണെന്നാണ്. തർക്കങ്ങൾ മൂക്കുമ്പോൾ ചിരിയുണർത്തുന്ന നിമിഷം. ഞാൻ ഗോപാലകൃഷ്ണൻ അധ്യാപകരാന്നുള്ള മറന്നു പോരുന്നു. ഇത് തുടക്കം മാത്രമാണ്, സാമ്പിൾ വെടിക്കെട്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഗോപു നന്ദല ജിമാർ തമിഴ് ബൈ SKN, പ്രസന്റഡ് ബൈ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ടെലിവിഷനിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള പരിപാടികൾ ഒന്നാണ് അന്തിച്ചർച്ചകൾ. അന്തിച്ചർച്ചകൾ എന്ന് പറയുമ്പോൾ ബോക്സിൽ 4-5 പേരിരിക്കും. അവർ പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ അവർ ചില സമയത്ത് പൊട്ടി കരഞ്ഞെന്നവരും സംവാദങ്ങളിൽ ആഴത്തിൽ ഇടപെടും, നിശ്ചിതമായി സംസാരിക്കും. അപ്പോൾ ഇതിനൊക്കെ കുറച്ച് പ്രേക്ഷകർ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുണ്ട്. ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചിലതൊക്കെ രസകരമാണ്, ചിലതൊക്കെ ചിന്തനീയമാണ്, ചിലരൊക്കെ നമ്മളെ ആഴത്തിൽ കീറി മുറിക്കുന്നവയാണ്. ഈ ചർച്ച ഇന്നലെ കൊണ്ട് അവസാനിച്ചില്ലെന്ന് മനസ്സിലായല്ലോ. ഇന്ന് അതിൻ്റെ അവസാന ഭാഗമുണ്ട്. ഇതിലും ഉണ്ട് ചില വെടിക്കെട്ടുകൾ. ഈ നമ്മുടെ സൗഹൃദങ്ങൾക്ക് ഒരു കാരണവശാലും ഊനം തട്ടുന്ന രീതിയിലുള്ള ചർച്ചകളല്ല വേണ്ടത്. ചർച്ചകൾ നമ്മൾ നടത്തുന്നത് ജനങ്ങൾക്ക് നമ്മളെടുക്കുന്ന നിലപാടുകൾക്കുള്ള വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അവതാരക രഹസ്യമായിട്ട് പറയുന്നു, കത്തിച്ചേക്കണം. അല്ല, അവരുടെ ഉള്ളിലുള്ള ഒരു താല്പര്യമാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ പ്രകോപിപ്പിക്കും. പ്രകോപനത്തിൽ പെടുമ്പോ സ്വാഭാവികമായിട്ടും അപ്പുറത്തിരിക്കുന്ന ആളെയും ഇപ്പുറത്തിരിക്കുന്ന ആളെയും ഒക്കെ അങ്ങടെയും കൂടെ ഒക്കെ പറയും. ഇത്തരം ചർച്ചകളുടെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത് പൊതുസമൂഹം അംഗീകരിക്കുന്നു, തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളൊരു വലിയ ഗുണം ഇക്കാര്യത്തിലുണ്ട്. ഈ സ്ത്രീകളെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. സ്ത്രീകൾ ഇപ്പൊ ഈ മേഖലയിൽ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ ഹാഷ്മിയോടൊക്കെ ചോദിച്ചു നോക്കണം. ചില വിഷയങ്ങളിൽ മാത്രമേ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളൂ. ഈ സംവാദങ്ങളിലൂടെയാണ് ജനാധിപത്യം സമ്പുഷ്ടമാകുന്നത്. ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ആണ്. ഇല്ലെങ്കിൽ എങ്ങനെ ആൾക്കാർക്ക് ഇൻവോൾവ് ചെയ്യുന്നത്? നമ്മൾ ആരും നിയമസഭയുടെ ചർച്ചകളൊന്നും ഇങ്ങനെ കേൾക്കാറില്ല. ഒരു പൊതുവിഷയത്തിൽ മുഴുവൻ ആണുങ്ങൾ വരുമ്പോൾ നമുക്ക് അസ്വാഭാവികതയൊന്നുമില്ല, മുഴുവൻ പെണ്ണുങ്ങൾ വരുമ്പോൾ ഒരു അസ്വാഭാവികത ഉണ്ട്. അതിലൊരു വാർത്താ പ്രാധാന്യമുണ്ട്. അതെന്തോ ഭയങ്കര സംഭവം തോന്നലുണ്ട്. എതിർപ്പുകൾ കൂടിയിട്ടുണ്ട്. അത് അവരൊന്നും ശത്രുക്കളല്ല, പക്ഷെ അവർക്ക് രാഷ്ട്രീയമായ വിയോജിപ്പ് ഉണ്ടാകാറുണ്ട് ചിലപ്പോഴൊക്കെ. പറക്കുന്നുണ്ടോ ട്രോള്? പിന്നെ ഞങ്ങൾ പലരും മേളിൽ വെച്ച് കാണുന്നവരാണ്, എയറിൽ വെച്ച് കാണുന്നവരാണ്. സാധാരണ ചർച്ചകളിൽ പൊതുവിഷയത്തിൽ സ്ത്രീകൾ, ഇപ്പൊ ഞങ്ങളുടെ കോൺഗ്രസിൽ നിന്ന് ഒരു സ്ത്രീയും BJP ഒരു പുരുഷനും അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് മിക്സ്ഡ് ആയിട്ട് ചർച്ച നടത്താറുണ്ടല്ലോ. വലിയ ഒരു ബഹളം ചർച്ചയിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നീയൊക്കെ എന്തെങ്കിലും കാണിക്കുക എന്നും പറഞ്ഞിട്ട് ഇവരൊന്ന് ഇത് ചാനലിന്റെ പ്രശ്നം. ആരാണ് മോളിൽ കയറണം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ സംവാദത്തിൽ ഇരിക്കാറില്ല. ഇല്ല, നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുക. ഈ പബ്ലിക് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ PR വലിയ പങ്കുണ്ടല്ലോ. അപ്പൊ അത് തെറ്റാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. പക്ഷെ അതിന്റെ അതിപ്രസരം പലപ്പോഴും ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒരു അതായത് പ്രേക്ഷകരുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കേണ്ട ഒരാള്, അതായത് ഇപ്പൊ ആങ്കർ ഉണ്ട് എഡിറ്റോറിയലൈസ് ചെയ്യാൻ, പലപ്പോഴും പക്ഷെ ആങ്കർമാർക്ക് അത് കഴിയില്ല. ഇതിന്റെ അകത്ത് യഥാർത്ഥത്തില് ഈ ഫൈറ്റ് ചെയ്യുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലല്ല, ചാനൽസ് അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന ഇവരാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായ VS സുനിൽകുമാർ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും സംസ്ഥാന വക്താവുമായ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, DYFI സംസ്ഥാന അധ്യക്ഷൻ V വസീഫ്, KPCC വക്താവ് രാജു P നായർ, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ചിന്ത ജെറോം, BJP സംസ്ഥാന വക്താവും കൊല്ലം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ VS ജിതിൻ ദേവ്, യൂത്ത് കോൺഗ്രസ് ദേശീയ വക്താവ് അഡ്വക്കേറ്റ് വാസൻ സിറിയക്, BJP സംസ്ഥാന വക്താവ് റെജി ലൂക്കോസ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറിയുമായ നജ്മ തബ്ഷീറ, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടി, രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദ്, ഇടതുപക്ഷ ചിന്തകനും RSP വക്താവുമായ അഡ്വക്കേറ്റ് BN ഹക്സർ, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ. നമ്മളെ ചാനലുകളിൽ പങ്കെടുക്കുന്ന, ചർച്ചയിൽ പങ്കെടുക്കുന്ന ആങ്കർമാർ തന്നെ ഒരു രാഷ്ട്രീയത്തെ പ്രധാനം ചെയ്യുന്നവരായിട്ട് മാറുന്നത് അത് നല്ല ശീലമല്ല. അത് ഒരു മീഡിയ എന്ന നിലയിൽ എന്തോ അറിയോ സുനിൽകുമാർ, ഞാൻ ഇവരോടൊക്കെ അങ്ങനെ നിലപാടെടുക്കുന്നവരോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ അവരോട് പറയുന്നറിയോ, ഇപ്പം ദീപ്തി ഒരു പ്രോഗ്രാമിൽ ഒരു ചർച്ചയിൽ വന്നിരിക്കുന്നു. അപ്പോൾ എൻ്റെ രാഷ്ട്രീയവും, എൻ്റെ കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, എൻ്റെ രാഷ്ട്രീയം ഞാൻ ഇതിലേക്ക് ഇറക്കുമതി ചെയ്യും എന്നുണ്ടെങ്കിൽ
പ്രഡിക്റ്റബിൾ ആങ്കറായി മാറുകയാണ്. ഇയാൾ ആദ്യം എന്ത് പറയും, അവസാനം എന്ത് പറയുന്നത് ദീപ്തിക്ക് നല്ല തിട്ടമാവും. എന്നാൽ ഈ ഇങ്ങനെയുള്ള കക്ഷി രാഷ്ട്രീയ ബന്ധം മനസ്സിൽ മാത്രം സൂക്ഷിക്കുകയും പ്രശ്നങ്ങൾ ഇഷ്യൂ ബേസ്ഡ് മെറിറ്റിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഇങ്ങനൊരു അഭിപ്രായം വരത്തില്ല. അതെ, അതാണ് കറക്റ്റ്. അതായത് ആങ്കർമാരൊരിക്കലും അവര് ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു ഡിസ്കഷൻ ലീഡ് ചെയ്താൽ അതൊരിക്കലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ധർമ്മം നിർവഹിക്കപ്പെടില്ല. ഈ ചാനൽ ഡിസ്കഷൻ കൊണ്ടുണ്ടാക്കേണ്ട ഒരു ജനാധിപത്യത്തിന്റെ ഒരു സംവിധാനമാണുള്ളത്. അതെ, നമ്മളിപ്പോ നിയമസഭയ്ക്കകത്ത് നടക്കുന്ന ചർച്ചയും ഇവിടെ ആരോ നമ്മുടെ രാഹുൽ പറഞ്ഞല്ലോ, നിയമസഭയ്ക്കകത്ത് നടക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണെങ്കിൽ ജനങ്ങളെ പ്രതിദാനം ചെയ്യുന്നവർ തന്നെയാണല്ലോ ഈ രാഷ്ട്രീയ പാർട്ടികളായിട്ടൂടെ വരുന്നത്. അപ്പൊ അവിടെ ഒരു വേദിയിൽ നിങ്ങളൊരു സ്പീക്കറെ പോലെ സംസാരിക്കുന്നതിന് പകരം, സ്പീക്കർക്ക് പോലും രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്ന ജനാധിപത്യമാണല്ലോ നമ്മുടെ നാട്ടിലുള്ളത്. അവിടെ നമ്മുടെ ആങ്കർമാര് വളരെ വ്യക്തമായ രാഷ്ട്രീയത്തോടു കൂടി ഒരു ചർച്ചയെ നയിക്കുന്നത് ഇത്തരം ഒരു കാര്യത്തില് ഒരു കാര്യം, എഡിറ്റോറിയൽ പൊസിഷൻ ഉണ്ട്. അല്ല മാഡം പറഞ്ഞ ഒരു എഡിറ്റോറിയൽ പൊസിഷൻ ഉണ്ട്. അതിപ്പം ബയസ്ഡ് ആണോ ഇല്ലയോ എന്നല്ല, ആ എഡിറ്റോറിയൽ പൊസിഷൻ ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അല്ലല്ല, അങ്ങനല്ല. അതല്ല. അതായത് നമ്മുടെ പൊതുരാഷ്ട്രീയത്തിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഓരോ കാര്യങ്ങളുണ്ടാവും. അവർക്ക് അവരവരുടേതായ ആശയങ്ങളും കാര്യങ്ങളും ഉണ്ടാകും, തീരുമാനങ്ങളുണ്ടാവും. ചില പ്രത്യേക കാര്യങ്ങളിൽ ചില പ്രത്യേക തീരുമാനങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ തീരുമാനങ്ങളെ നിർണ്ണയിക്കുന്ന രീതിയിൽ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനമെടുത്തിട്ട് ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അത് ഞാനിപ്പം അങ്ങനെ ചെയ്ത ചാനലുകളുണ്ട്, ഇല്ലെന്ന് പറയരുതാരും. അപ്പം നമ്മുടെ ഈ സമീപകാല ചില സംഭവങ്ങളിൽ പോലും അവര് തീരുമാനിക്കുകയാണ് ആരാണ്. ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോ അവര് തീരുമാനിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന്. അപ്പോ അവര് തീരുമാനിക്കുന്ന വ്യക്തിക്ക് വേണ്ടി അവരുടെ ചർച്ച തന്നെ ഡൈവേർട്ട് ചെയ്യാണ്. അപ്പൊ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്നെ അതിൻ്റെ അകത്ത് തീരുമാനമില്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നവമാധ്യമങ്ങളെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊരു അവർക്ക് എന്തുമാകാമെന്നുള്ള നിലയ്ക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഈ മാധ്യമങ്ങളുടെ ചർച്ച കൊണ്ട് സാധിച്ചില്ല എന്ന് പറയുന്നത് ഈ ഫ്ലോറിൽ പറയുന്നത് ശരിയല്ല. അങ്ങനൊന്നും വസീഫ് അത് വസീഫ് എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ അജണ്ട സെറ്റ് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളെ മുഖ്യമന്ത്രി തീരുമാനിച്ച് മാറിപ്പോയി. ഇപ്പൊ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ തെറ്റിദ്ധാരണ വന്നത്. പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിലും ഞാൻ അത് തന്നെ പറയാണ്. ഒരു ചാനലും അങ്ങനെ ഏതെങ്കിലും ചാനലുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്റെ അനുമതി പറയാം. എന്റെ 24-ന്റെ എഡിറ്റോറിയൽ ഉൾപ്പെടെ ഒരു സ്ഥലത്തും അങ്ങനെ ഒരു തീരുമാനം എടുക്കാറില്ല. അവതാരകന്റെ സ്വാതന്ത്ര്യം. കാര്യം അവതാരകനോട് ഈ ചർച്ചയുടെ വിഷയമല്ലാതെ വേറൊന്നും നമ്മുടെ എഡിറ്റോറിയൽ ചർച്ച നവമാധ്യമങ്ങൾ ചെയ്യുന്ന പോലെ മാധ്യമങ്ങളും കൂടെ ചെയ്തു തുടങ്ങിയാൽ അത് ഒരു കൈരളി ചാനൽ അവർക്ക് തന്നെ ഒരു രാഷ്ട്രീയം ഉണ്ടെന്ന് പൊതുജനത്തിന് അറിയാം. അത് പൊതുജനത്തിന് അപ്പൊ പിന്നെ ഇവരുടെ ജനം TV, ഇപ്പൊ ഇവരുടെ ജയ് ഹിന്ദ്, ഇവർക്കൊരു പൊളിറ്റിക്കൽ പൊസിഷൻ ഉണ്ടെന്നുള്ള ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ മറ്റ് മാധ്യമങ്ങളെ ജനങ്ങൾ നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന നിലയിൽ അവർക്കൊരു സ്വാധീനം നമ്മുടെ സമൂഹത്തിലുണ്ടാവും. ആ സ്വാധീനത്തെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അവർ പ്രത്യേക രാഷ്ട്രീയ അഭിപ്രായത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ബോധപൂർവം പരിശ്രമിക്കുന്ന വേദികളാക്കി ചർച്ചകളെ മാറ്റുന്നത് അതൊരു ബിസിനസ് മോഡലാണ്. അതിപ്പോ ദേശീയ മാധ്യമങ്ങൾ ഇപ്പോ ഒരു സ്വാമിനെ പറ്റി പറഞ്ഞല്ലോ, മറ്റേ അർണബ് സ്വാമി. അപ്പൊ ഞാനത് പേര് അറിയാത്തോണ്ടല്ല, അദ്ദേഹം ഒക്കെ ചെയ്യുന്ന കാര്യം എന്താണ്, ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി ഭരണകൂടത്തിന്റെ ഭാഗമായി നിന്ന് ജനങ്ങളെ മുഴുവൻ അവരുടെ ശ്രോതാക്കളെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്യാണ്. ജനാധിപത്യത്തിൽ മീഡിയ ചെയ്യേണ്ട എന്താണ്, വസ്തുത ഇന്നതാണ്, സത്യം ഇന്നതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിന് പകരം ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്ടുകമായിട്ട് നമ്മുടെ മീഡിയകൾ പാനലിസ്റ്റുകളെ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കൂ. ഒരു കാര്യം ഞാൻ നേരത്തെ ചോദിച്ചു, അതെ, നിങ്ങൾ കുറച്ച് അവതാരകരോട് സംസാരിക്കാറുണ്ട്. അത് എന്തിന്റെ വിഷയത്തിലാന്ന് വെച്ചാൽ വിഷയം സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ അത് നിങ്ങളുടെ ഒരു താല്പര്യമാണ്. ആ വിഷയം തന്നെ ഇപ്പോ ഞങ്ങൾ നേരത്തെ ഭരണപക്ഷത്ത്, ഇപ്പോ ഞങ്ങൾ പ്രതിപക്ഷത്ത്. ആ ഭരണപക്ഷത്തുള്ള സമയത്തും ഇവർ പറയാ
ഞങ്ങൾ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമാണല്ലോ മാധ്യമം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞങ്ങൾ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ടാണ് ഇതിനെ നോക്കിക്കാണുക എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പോഴും അവർ ആ നോക്കിക്കാണുന്നതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടില്ല പല ചാനലുകളും. ആ ഒരു പ്രത്യേക താല്പര്യത്തിൽ അതെ, ചില അവതാരകർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഈ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതും അത് മാത്രമേ ചർച്ചയ്ക്ക് എടുക്കുന്നുള്ളൂ. അതിലെ ഒരു കാര്യം പറയാം. നോർമലി ഈ വിഷയങ്ങൾ ചിലപ്പോൾ അവതാരകൻ ഫിക്സ് ചെയ്താലും അയാൾ ആ എഡിറ്റോറിയൽ പറയും. എന്നിട്ട് ചില നിങ്ങളിപ്പോ ഇവിടെ ഇൻട്രോയുടെ പറഞ്ഞല്ലോ, ചില ഇൻട്രോകളെല്ലാം ആ വ്യക്തിയുടെ വലിയ ഒരു അടിച്ചേൽപ്പിക്കലായിട്ട് മാറും. അതൊരു അലോസരാണ്. അത് ഈ പറയുന്നത് പോലെ ചിലപ്പോ എനിക്ക് അനുകൂലമാണെങ്കിൽ എനിക്കത് ചിലപ്പോ അംഗീകരിക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും. പക്ഷെ എനിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതല്ല, ഒരു പൊതു നിലപാടായിരിക്കണം പറയേണ്ടത്. നേരത്തെ സുനേട്ടൻ പറഞ്ഞതുപോലെ അതിനെ എന്ത് ചെയ്യണം, ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് വസ്തുതാപരമാണ് എന്ന ബോധ്യത്തിൽ പറയണം. പല ഇൻട്രോകളും അലോസരമാണ്. നമ്മൾ നേരത്തെ വന്നല്ലോ, ചാനൽ ചർച്ചകൾക്കകത്ത് രൂക്ഷമായ വാഗ്വാദം അത് അവതാരകർ തന്നെ ചിലപ്പോ അടി നടക്കും. അല്ല, അത് അവതാരകർ തന്നെ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഈ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവതാരകർ ഞങ്ങൾ അടിയുണ്ടാക്കാൻ നിങ്ങളാരും വേണ്ട, ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്നുള്ള ലൈനിലേക്കായി. ഇപ്പൊ എഡിറ്റേഴ്സ് പല പേരിട്ട് പരിപാടിയുണ്ട്. അതിൽ ഭയങ്കര നഗ്നമായിട്ട് ഇവരുടെ ഒരു രാഷ്ട്രീയ അന്ധത പുറത്തേക്ക് വരികയാണ്. അത് പലപ്പോഴും പാർട്ടിയിൽ അതിന്റെ പാരറ്റിംഗ് ആയി മാറിപ്പോകുന്നുണ്ട്. ചിലപ്പോൾ അതിനേക്കാളും ലോജിക്കൽ അല്ലാത്ത കാര്യങ്ങൾ വെച്ചുകൊടുക്കും. അത് സത്യത്തിൽ ജേർണലിസത്തിന് ചേർന്നൊന്നല്ല. ഞാൻ അതിനകത്ത് ഒരു സംഭവം കൂടെ കാണുന്നുണ്ട്. ഇപ്പം ഈ ചർച്ചകൾ അവര് കടുപ്പത്തിലാക്കും. അങ്ങനെയുള്ളൊരു ആരും വിട്ടുപോയില്ല, 24 ഉൾപ്പെടെ വിട്ടുപോയില്ല. ഇങ്ങനെ കടുപ്പിച്ചുകൊണ്ട് വരുന്ന സമയത്ത് അതിനകത്ത് ഇല്ലാത്ത സാധനം നീ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി അത് എന്ന് പറയുന്ന സാധനം കൂടെ ഇനി അത് വരാറുണ്ട്. വാസ്തവത്തില് എനിക്കിട്ട് വെച്ചതാണോ എന്നൊരു സംശയം എനിക്ക് ശബ്ദമില്ല. അവതാരകന്മാരുടെ ഏറ്റവും കൂടുതൽ അക്രമത്തിന് ഇരയാവുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അവതാരങ്ങളാണ്. അവതാരകർക്കെല്ലാം രാഷ്ട്രീയമുണ്ട്. ഏതെങ്കിലും തരത്തിൽ BJP എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളതാണ് അവതാരക ലക്ഷ്യം. അതുകൊണ്ട് ഇവര് ഏറ്റവും കൂടുതൽ ഇരകളാക്കുക ഞങ്ങളെയാണ്. അതിനെ ഈ 24 ഒരു മാറ്റം വരുത്തണം. അപ്പോ ഞാൻ ഈ ഇന്നത്തെ ചർച്ചയില് എന്തായാലും കുറെ നേരം ആയല്ലോ, 2-3 കാര്യം പറഞ്ഞിട്ടെ. ഒന്ന്, ഈ ചർച്ച, അന്തിച്ചർച്ച എന്നൊക്കെ പറയുന്ന ഈ ഡിബേറ്റ്, ഇത് രാഷ്ട്രീയത്തില് സത്യസന്ധമായി പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് ധാരാളം അറിവ് കൊടുക്കുന്നു. അല്ല, ഇതിനൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് വഴിയുണ്ട്. ഞാൻ ഒറ്റ ലൈനുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഈ കോർണർ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പോകും. ഇപ്പൊ അങ്ങനെ കോർണർ യോഗങ്ങൾ പലപ്പോഴും നടക്കാറില്ല. ആ ഒരു 10 ലക്ഷം യോഗങ്ങൾ സംഘടിപ്പിക്കുന്ന തുല്യമാണ് ഒരു ചാനൽ ചർച്ച. ഫാക്ടുകൾ അല്ലെങ്കിൽ ആളുകളെ സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്യും. മണ്ടത്തരം പറയുകയാണെങ്കിൽ, തെറ്റായ കാര്യമാണെങ്കിൽ സോഷ്യൽ മീഡിയയിലും ആൾക്കാർ പക്ഷപാതമായി. അല്ല, കാര്യം അവിടെ ആളുകളെ വെച്ചിരിക്കുക. അപ്പൊ ഒന്ന്, ഈ ചർച്ച കൊണ്ട് രാഷ്ട്രീയ വിദ്യാഭ്യാസം പൊതുസമൂഹത്തിന് മാത്രമല്ല, ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന ആളുകളും ഇത് പ്രിപ്പയർ ചെയ്യും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എഡ്യൂക്കേഷന്റെ ഭാഗമാണ് വാസ്തവത്തിൽ. അവര് പങ്കെടുക്കുന്നവരും കേൾക്കുന്നവരും അവതാരകന്മാരും എല്ലാം. അപ്പൊ വാസ്തവത്തിൽ ഈ ചർച്ചയ്ക്ക് ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു സ്വഭാവമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ അർത്ഥതലങ്ങളിലും നമ്മൾ പോരാടും. അപ്പൊ വസീഫിനെ കിട്ടിയാൽ നമ്മൾ കൊല്ലാൻ ശ്രമിക്കും. സ്വാഭാവികമാണ്. അവിടെ ഒരു കില്ലിംഗ് സ്പിരിറ്റ്. ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, റിമോട്ട് ഇരിക്കുന്നത് ജനത്തിന്റെ കയ്യിലാണ്. അല്ല, ഏത് സമയം അവർക്ക് ഈ ഒരു രീതി എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലെ യഥാർത്ഥത്തിൽ ഈ പൊതുപ്രവർത്തനത്തിന് വേണ്ടി ഡയറക്റ്റ് കക്ഷത്തി വെച്ച് നടന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒരുപാട് പിന്നിലാക്കിയിട്ട് ചാനൽ ചർച്ചയിലൂടെ മാത്രം മാറ്റിയാലും ഇത് ഗോപാലകൃഷ്ണന്റെ പോയിന്റ് ഓൺലൈൻ വഴി ആൾക്കാരും ഓൺലൈൻ വഴി ഇതിനെ പഠിച്ച കാര്യം പറയാം. ഈ സുനിൽകുമാർ ആയാലും ഞാനായാലും, ഞങ്ങൾ തൃശ്ശൂർക്കാരായതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മളൊക്കെ പൊതുസമൂഹത്തിന് വേണ്ടി തെരുവിൽ പോയി പോലീസിന്റെ അടിയേറ്റ് അല്ലെങ്കിൽ ഇഷ്യൂ ഉണ്ടാക്കിയൊക്കെ വളർന്ന് രാഷ്ട്രീയത്തിൽ ആൾക്കാരാ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, താങ്കൾ നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞു വരുന്നത്,
ഇപ്പോഴത്തെ പ്രത്യേകത ഇതൊന്നും വേണ്ട, ഒരു തെരുവിലും പോണ്ട, ഒരു പരിപാടി സാധാരണ ആളുകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ട. ചാനൽ ചർച്ചയിൽ കൃത്യമായി വന്ന് ഇട്ടു വന്നാൽ അവരിപ്പോ വലിയ ലീഡേഴ്സ്. ഓൺലൈൻ വഴി നീന്തൽ പഠിച്ച ആൾക്കാരും വെള്ളത്തിലിറങ്ങി നീന്തൽ പഠിച്ച ആൾക്കാർ രണ്ടു തരം വ്യത്യാസമുണ്ട്. ഇത് ഓൺലൈനാ, ഇത് ഓൺലൈൻ വഴി നീന്തൽ പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന പല ചാനലുകളിലും സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന മുഖങ്ങൾ തന്നെ ഇവിടെയും പല ചർച്ചകളും. പക്ഷെ ജനത്തിന് നിങ്ങൾ അവതരിപ്പിക്കുന്ന നിങ്ങളൊരു ഇഷ്യൂ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ മറ്റ് ചാനലുകളിലും ചർച്ച നടക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു അജണ്ട തീരുമാനിക്കുകയാണ്. ആ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കാര്യങ്ങൾ കേൾക്കാൻ ഈ ഓഡിയൻസ് എന്ന് പറയുന്ന ജനത്തിന് അവർക്ക് രാഷ്ട്രീയമുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയമാണ് ആ ചാനൽ അവർ കേൾക്കുകയില്ല. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ എപ്പോഴും നെഗറ്റീവ് എടുത്തുകൊണ്ട് പൊതുജനത്തിന്റെ ബോധ മനസ്സിലേക്ക് കുത്തിവെക്കുകയാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ള. കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം. അമൃത ഹോസ്പിറ്റൽ എറണാകുളത്ത് നല്ല ഹോസ്പിറ്റലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഹോസ്പിറ്റലിനോട് കിടപിടിക്കത്തക്ക രീതിയിൽ എല്ലാ സംവിധാനമുള്ളതാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിന്റെ ഒരു പ്രാവ് തട്ടി താഴെ ഇട്ടാൽ നിങ്ങൾ അത് വലിയ വാർത്തയാക്കി കൊടുക്കും. അതുപോലെ ഒരു പരാജയപ്പെട്ട ഒരു ഹോസ്പിറ്റൽ ഈ ലോകത്തെങ്ങും ഇല്ലെന്ന് നിങ്ങൾ പറയും. മറിച്ച് അപ്പുറം നടക്കുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുകയില്ല. ഇത് നിങ്ങളുടെ ഒരു സ്ഥിരം പതിവാണ്. അത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സംഭവങ്ങളാണെങ്കിലും ഇത് തന്നെ നമ്മുടെ സ്കൂളുകളൊക്കെ എടുത്തു നോക്കി എന്ത് ഹൈടെക് ആണ്. അല്ല, അത് ചർച്ച ചെയ്യാൻ നിങ്ങൾ താല്പര്യമില്ല. അത് താങ്കൾ അറിയണ്ടേ, ചർച്ചയിൽ ഒരു വിഷയം എടുക്കുമ്പോ ഒരു ചാനൽ നോക്കുന്ന ഏറ്റവും വലിയ കാര്യം ഇത് എത്ര ജനങ്ങളെ ബാധിക്കുന്ന ഇഷ്യൂ ആണെന്ന്. പക്ഷെ ജനം ഇതിന് ചെവി കൊടുക്കുന്നില്ല. ജനം ഇത്ര ജനങ്ങൾക്ക് വേണ്ടി താങ്കൾ സംസാരിക്കുക. താങ്കൾ അതീത ബുദ്ധിമാനാണ്. ഇല്ല അല്ല, എന്ത് ബുദ്ധിമാനായാലും നമ്മളിത് കേൾക്കുന്നത് പറയുന്നതല്ല. എനിക്ക് ജനങ്ങളെ ബാധിക്കുന്ന സാധാരണ നിഷേധിക്കത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിഷേധിക്കരുത്. പറയാ താങ്കൾ ഒരു കക്ഷി രാഷ്ട്രീയ ഉള്ളിൽ വെച്ചാൽ അതെ, എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. ജനങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനം അവർക്ക് കാണാൻ ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി. ചാനലുകൾ ചർച്ച നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടി കൂടിയാണല്ലോ. അപ്പോൾ ഈ അജണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കുറേയെങ്കിലും ഒക്കെ നിഷ്പക്ഷമായിട്ട് ജനങ്ങളെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടുള്ള വിഷയങ്ങൾ വിഷയങ്ങൾ അങ്ങനെ സ്വാഭാവികമായിട്ടും എടുക്കും. പിന്നെ ഇതും ഒരു നമ്മൾ തുറന്നു പറയാൻ പറ്റുന്ന വേദിയാണെന്ന് ദീപ്തി ശ്രദ്ധിച്ചു കാണും. ഈ ചാനലിൽ മാത്രമേ മനോരമ ന്യൂസ് എന്നും ഏഷ്യൻ ന്യൂസ് എന്നും പറയാൻ പറ്റൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ല, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം അറിയില്ലേ, ഈ അടുത്തിടെ ആശാ ഭോസ്ലെ മരിച്ചു. ആശാ ഭോസ്ലെ മരിച്ചപ്പോൾ നമ്മുടെ ഡയറക്ടർ ഹരിഹരൻ സാറ് ഈ ഫ്ലവേഴ്സ് ചാനൽ ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം ആണ് ആശാ ഭോസ്ലെ വന്നായിരുന്നു. അപ്പോൾ ആശാ ഭോസ്ലെയുമായിട്ട് അദ്ദേഹം ചെയ്തൊരു പടത്തിലാണ് ആദ്യമായിട്ട് അവർ പാടിയത്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ മാതൃഭൂമി പത്രം എനിക്ക് തോന്നുന്നത് ഒരു 3 പാരഗ്രാഫ് ഇവർ തമ്മിൽ ഈ സംഗമത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സ്ഥലത്തും ഫ്ലവേഴ്സ് എഴുതിയിട്ടില്ല. ഒരു സ്വകാര്യ ചാനൽ അത് കാരണം ഒരാൾ ബുദ്ധിപൂർവ്വം നിന്നാലേ അങ്ങനെ സ്വകാര്യം എഴുതാൻ പറ്റൂ, അല്ലെ അറിയാതെ ഫ്ലവേഴ്സ് എഴുതി പോകുമല്ലോ. അപ്പൊ അങ്ങനെ വന്നു പോയി കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെട്ടാലോ. അതെ അല്ല, ഇതിലെ ഒരു ചാനൽ കഴിഞ്ഞ ദിവസം ജയശങ്കർ ഒരു ചർച്ചയിൽ പറയാണ്, ഇപ്പൊ ഒരു മന്ത്രിയുടെ ബന്ധു രാജിവെച്ചല്ലോ. രാജിവെക്കും മുമ്പ് അദ്ദേഹം പറയാണ്, നമ്മൾ പണ്ടൊരു മന്ത്രിയുടെ ബന്ധു നിയമനം വന്നപ്പോ അയാളെ രാജിവെക്കാൻ വേണ്ടി നമ്മൾ 11 ദിവസം തുടർച്ചയായി ചർച്ച നടത്തിയിട്ടാണ് അയാളെ നമ്മൾ പുറത്താക്കിയത്. നമുക്ക് ഇന്നോട്ട് തുടങ്ങാം, ഞാൻ വൈകിട്ട് 8 മണി മുതൽ ഉണ്ട്, ആരംഭിക്കാം എന്നാണ് അദ്ദേഹം പറയുന്ന ചർച്ചയില് പരസ്യമായിട്ട് പറയണം. അപ്പോ അതിപ്പോ ഞാൻ തെറ്റാണെന്ന് പറയല്ല, പക്ഷെ നമ്മളൊരു മുൻകൂട്ടി ഒരു ചാനലിന് അല്ല ചാനലിന് ഒരു വലിയ സ്വാധീനമുണ്ട്. കാരണം ചാനലിന് നിങ്ങളുടെ വ്യൂവേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് റേറ്റിംഗ് ഉണ്ട്. ഇത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താണ് വേണ്ടത്. അല്ലാതെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റിന്റെ പേരിൽ അത് ഉപയോഗപ്പെടുത്തുന്നു പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ്. ആ പോയിന്റാണ് ഞാൻ ഈ ചർച്ച ഉന്നയിക്കുന്നത്. മാത്രല്ല ഇതിനിടയിൽ നമ്മൾ 24 തന്നെ ഒരു പരീക്ഷ നടത്തിയായിരുന്നു. ഗോപാലകൃഷ്ണൻ അതിൽ പങ്കെടുത്തുന്ന എൻ്റെ ഓർമ്മ. അതായത് ഞാൻ തന്നെ അവതാരകനായിട്ട് വന്നു കുറച്ച് ദിവസം. വന്നപ്പോൾ ഞാൻ അതിനകത്തൊരു ഒരു സെൽഫ് അച്ചടക്കം പാലിച്ചു. അതായത് ഞാൻ ഇടപെടത്തില്ല, നിങ്ങൾ അഭിപ്രായം പറയൂ. അപ്പോൾ ഞാൻ വളരെ കുറച്ചേ അതിൽ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ പക്ഷേ അത് എനിക്കൊന്ന് അന്ന് ഇദ്ദേഹമൊക്കെ വന്നിരുന്നു, സ്വരാജൊക്കെ ആ പ്രോഗ്രാം ഏറ്റവും നന്നായി സ്വരാജ് പെർഫോം ചെയ്തു. ഒരുപക്ഷെ നിലമ്പൂരിലെ പരാജയത്തിന് ശേഷം സ്വരാജ് ആദ്യമായിട്ട് പങ്കെടുത്ത പ്രോഗ്രാം അതായിരുന്നു എന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ സ്വരാജ് അത് ഗംഭീരമായിട്ട് സംസാരിച്ചു ആസ് യൂഷ്വൽ. അപ്പോൾ എല്ലാവരും നന്നായി സംസാരിക്കുന്നുണ്ട്. നമ്മളൊരു അജണ്ടയും സെറ്റ് ചെയ്യുന്നില്ല, നമ്മൾ വേറൊരാളിനെ പോലെ നിന്നു. നമ്മൾ ഗോപാലകൃഷ്ണൻ
എന്ന് പറഞ്ഞിട്ട് നല്ല. അപ്പൊ ഈ പലപ്പോഴും സംഭവിച്ചറിയോ സുല്ലേ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ അവതാരകന്റെ സ്മാർട്ട്നെസ് കുറഞ്ഞു പോകൂ എന്ന് ഈ അവതാരകൻ പേടിക്കുന്നു. പോയെന്ന് തോന്നുന്നു. അതിന്റെ ആവശ്യമില്ലെന്നേ. ഇയാൾക്ക് ആകാശോടി വിടാൻ പോകുന്നില്ലല്ലോ. ഇവിടെ പറഞ്ഞു വെച്ചത് ഇതൊക്കെ അവതാരകരുടെ രാഷ്ട്രീയം മാത്രമാണ് എന്ന നിലയിലാണ്. അവതാരകരുടെ വ്യക്തിപരമായ പെർഫോമൻസ് ആണെന്നുള്ളതാണ്. എനിക്ക് പക്ഷെ വ്യക്തിപരമായ എന്നോട് വിയോജിപ്പുണ്ട്. അവതാരകൻ സ്മാർട്ട് ആണെന്ന് കാണിക്കാൻ വേണ്ടി അല്ല, ഞാൻ പറഞ്ഞോട്ടെ, കോർപ്പറേറ്റ് മാധ്യമങ്ങൾക്ക് ഒരു അജണ്ടയുണ്ട്. അത് ഇടതുപക്ഷ വിരുദ്ധതയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. ഇടതുപക്ഷ വിരുദ്ധത തന്നെയാണ്. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പം ആരോഗ്യ വകുപ്പിനെതിരെ അല്ല, 24 മാത്രമല്ല ഞാൻ പറയുന്നത്. ഇവിടെ നേരത്തെ സുനിൽകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ജയ്ഹിന്ദ് ആയാലും ജനമായാലും കൈരളിയായാലും അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ പൊളിറ്റിക്സ് ഇതാണ്. പക്ഷെ നിഷ്പക്ഷം എന്ന മുഖംമൂടിയോട് കൂടി നിന്നിട്ട് പലപ്പോഴും ചർച്ചയ്ക്ക് പോകുമ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ചർച്ചയിൽ ഒറ്റപ്പെടുകയും BJPയും കോൺഗ്രസും നിരീക്ഷകനും അവതാരകനും ഒരേ അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അവർ ഒരേ പൊളിറ്റിക്സ് ഒരേ സ്റ്റാൻഡ് എടുക്കുക, അവർക്ക് ഒരേ സ്റ്റാൻഡ് വിഷയാധിഷ്ഠിതമല്ല. ഞാനും ചിന്തയും കൂടെ ചർച്ച ഞാനത് പറഞ്ഞ അവസാനിക്കട്ടെ. അങ്ങനെ ആവല്ലേ, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും. അല്ല, ഇപ്പം ആരോഗ്യ വകുപ്പിനെതിരെ 10 വർഷക്കാലം സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഉള്ളപ്പോൾ വലിയ ചർച്ചകൾ ഇവിടെ കൊണ്ടുവന്നല്ലോ. അപ്പം ഈ അജണ്ടയെ കുറിച്ചെല്ലാം പറയുമ്പോൾ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചരണം ഇവിടെ നടത്തിയല്ലോ. ഇപ്പൊ 1 മാസമായല്ലോ, പുഴു അരിച്ചൊരു രോഗി ഇവിടെ മരണപ്പെട്ടില്ലേ? മധുവിധ കാലം എന്നൊക്കെ എങ്ങനെ ഭരണത്തെ പറയാൻ പറ്റില്ല? എങ്ങനെ ഭരണത്തെ എടുത്ത് എത്ര ചർച്ച ചെയ്ത് എത്ര മാത്രം. അപ്പം അതിനെ ന്യായീകരിക്കുന്ന എന്താണ്? അതൊരു പീരീഡ് ആണെന്ന് പറയുന്ന റഫറിയാണ്. അദ്ദേഹം എതിരാളിക്ക് പന്ത് ഗോളടിക്കാൻ തട്ടിട്ട് കൊടുക്കരുത്. അങ്ങനെ റഫറി ഗോളടിക്കുന്ന പരിപാടിയാണ് പലപ്പോഴും ഈ ആങ്കർമാർ ചെയ്യുന്നത്. എല്ലാവരും അല്ല പറയാം, പക്ഷെ എല്ലാ മീഡിയകൾക്കും ഈ ചിന്ത പറയുന്ന ആ അഭിപ്രായത്തിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ മീഡിയകൾക്കുള്ളൊരു പ്രശ്നം, മീഡിയകളുടെ മാനേജ്മെന്റുകൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള അജണ്ട ഉണ്ടെന്ന് നിങ്ങൾ ഇനി എന്ത് നിഷേധിച്ചാലും സത്യമാണ്. ആര് നിഷേധിച്ചാലും ഞാൻ എന്റെ ചാനലിന്റെ കാര്യം എനിക്കത് പറയാൻ പറ്റും. എന്റെ ചാനലിന്റെ ഡയറക്ടർ ബോർഡിൽ 6 പേരുണ്ട്. ഈ 6 പേർക്ക് മനസ്സിൽ 6 രാഷ്ട്രീയം കാണും. ഒരു വാർത്തയിൽ പോലും ഈ ബോർഡ് അത് ഞാൻ അംഗീകരിക്കും. അതെന്താന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഈ ഇവര് ഒരാൾ CPM അനുകൂലിയാണെങ്കിൽ ഒരാൾ കോൺഗ്രസ് അനുകൂലിയാ. അപ്പൊ അതിനകത്ത് എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വാർത്താ ചാനലിന്റെ വഴിക്ക് പോവാ. അല്ല, 24 ഞാൻ പ്രതികൂട്ടി നിർത്തിയല്ല പറഞ്ഞു, അത് വ്യക്തമാക്കണം കേട്ടോ. താങ്കൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരുപോലെ യോജിക്കുന്ന ഒരു കാര്യമാണ്. ചാനലുകൾക്ക് അവരുടെ രാഷ്ട്രീയ നയങ്ങളുണ്ട്, രാഷ്ട്രീയ നിലപാടുകളുണ്ട്, അവതാരകർക്കുണ്ട്. അതിനനുസരിച്ചാണ് നിശ്ചയിക്കുന്നത്. ഇത് അല്ല, അങ്ങോട്ട് ഞാൻ ഒരു കാര്യം പറയും. എന്റെ ഉത്തമ വിശ്വാസത്തിൽ ഞാൻ അങ്ങോട്ട് പറയാൻ പറ്റൂ. അതായത് നമ്മളൊരു രാഷ്ട്രീയ നിലപാട് എടുക്കാറില്ല ചാനൽ. അവതാരകർക്ക് ചിലപ്പോൾ അവരുടെ താല്പര്യത്തിന് ചിലപ്പോൾ ചില റിഫ്ലക്ഷൻസ് വന്നു കാണും, അതുണ്ടാവാം. പക്ഷെ ചാനലിന് രാഷ്ട്രീയ കാര്യത്തിൽ, അതായത് ഇന്നിപ്പോ ഒരു അവതാരകൻ പറയുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് നേരെ കൗണ്ടർ പിറ്റേന്ന് വരുന്നെങ്കിൽ അത് ആ ചാനൽ രാഷ്ട്രീയം ഇല്ലെന്നല്ലേ അതിന്റെ തെളിവ്? ഇല്ല, നമ്മൾ ജനറലായിട്ട് പിന്നെ എനിക്ക് താങ്കളോട് പറയാൻ ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു ചെറിയ റിക്വസ്റ്റാ. താങ്കൾ ഈ BJPയുടെ കണ്ണിലൂടെ മാത്രം കാര്യങ്ങളെ കാണരുത്. താങ്കൾക്ക് അസുഖമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ വാസ്തവത്തില് കഴിഞ്ഞ ശബ്ദത്തിന്റെ ഒരു പ്രശ്നം കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത് നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങള് പിന്നെ 1 മാസം അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴേക്കും സുനിലും ചിന്തയും ഇങ്ങനെ ടെൻഷനായി. കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദിയെയും സർക്കാരിനെയും വേട്ടയാടുമ്പോ ഒരു കൈയടിക്കായിരുന്നു. നിലപാടെടുക്കുമ്പോൾ നിലപാട് എല്ലാവർക്കും ബാധകമാവണം. നമുക്ക് അനുഭവം, നമുക്ക് നല്ലതുപോലെ ഇതാണ് സമീപനം. എനിക്ക് മനസ്സിലാവാത്ത കാര്യം എന്താ വെച്ചാൽ, ഈ നരേന്ദ്രമോദി സർക്കാർ സത്യത്തിൽ നരേന്ദ്രമോദി സർക്കാരല്ലേ ആളുകൾ മുഴുവൻ വേട്ടയാടിക്കൊണ്ട്? ഒന്നല്ല, 10 വർഷമായിട്ട് മോദി
10 വർഷമായിട്ട് മോദി സർക്കാരിന്റെ കൈയടിച്ചവരെ ഇവര് 1 മാസമായിട്ടുള്ളൂ. മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും കുറവുള്ള രാജ്യം ഇന്ത്യയാണ്. മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും കുറവുള്ള രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ്. എസ്കെക്ക് പോലും ഗോപാലകൃഷ്ണൻ സാറിനെ പേടിയാ. കാരണം ഇഡി വരുമോ എന്ന്, എന്തെങ്കിലും വന്നാൽ ഇഡി വരുമോ എന്ന് പേടിക്കും. ഞാൻ ഗോപാലകൃഷ്ണൻ അധ്യാപകരാന്നുള്ള എല്ലാവരും പേടിയുണ്ട്. ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമേ അല്ല, എഡിറ്റോറിയൽ പൊസിഷൻസ് നാച്ചുറൽ ആണ്. നമ്മൾ ഇമ്പാർഷ്യലാണെന്ന് അഭിനയിച്ചിട്ട് കാര്യമില്ല. ഈ പഴയ രീതിയിലുള്ള നിഷ്പക്ഷത എന്ന ആശയം ഇനിയില്ല. പകരം വസ്തുനിഷ്ഠത വേണം. നേരത്തെ ബിസിനസ്സുകാരെ കുറിച്ച് പറയുകയുണ്ടായി. ശ്രീ ബോബി ചെമ്മണ്ണൂറിന് കേസ് നേരിട്ടപ്പോൾ എല്ലാ മാധ്യമങ്ങളും, അദ്ദേഹം കോടിക്കണക്കിന് രൂപ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നല്ലേ, എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിനെതിരെ വാർത്ത കൊടുത്തില്ലേ. അപ്പം മാധ്യമങ്ങളെ പൊതുവെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ല. കാര്യം ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാര്യങ്ങൾ അറിയാം. അതിലൊരു കാര്യമുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം. കേന്ദ്ര ഗവൺമെന്റിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ വസ്തുതാപരമായ ഒരു വാർത്ത റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ പറഞ്ഞ അർണബ് ഗോസ്വാമി പോലും വരും. അങ്ങ് നേരത്തെ പറഞ്ഞ അവിടുത്തെ മലനിരകളെ സംരക്ഷിക്കുന്ന ഇതിൽ മോദി ഗവൺമെന്റിനെതിരെ സുപ്രീം കോടതിക്കെതിരെയാണ് നിലപാടെടുത്തത്. അർണാബ് പറഞ്ഞിട്ടുണ്ടല്ലോ. അർണാബ് പറഞ്ഞത് എത്ര സമയത്ത് നിലപാട് മാറിയോ? സുനിൽ സാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജെൻസി കുട്ടികളുണ്ട്. ഈ നീറ്റ് എക്സാം, CBSE എക്സാം, സത്യത്തിൽ എന്തൊരു പ്രധാനപ്പെട്ട നരേന്ദ്രമോദിക്കെതിരെ ഈ നീറ്റ് എക്സാമിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഇപ്പൊ എന്താ ഇഡിയെ പറഞ്ഞതിൽ അറിയോ? ഇഡി അവിടെ പ്രശ്നമുള്ള അപ്പൊ ഇഡി അങ്ങ് മോശമാക്കാൻ നടക്കില്ല. ഈ നീറ്റ് എക്സാം ഉണ്ടായി, പല വിഷയങ്ങളുണ്ടായി. നിങ്ങൾ CBSE ഇവിടെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് VD സതീശൻ മിണ്ടിയില്ല. നിങ്ങൾ ഇവിടെയാണെങ്കിൽ ചോദിക്കും എന്തുകൊണ്ട് പിണറായി വിജയൻ മിണ്ടിയിട്ടില്ല. നിങ്ങൾ ഇന്ന് വരെ ഒരു മീഡിയ എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇക്കാര്യത്തെ പറ്റി സംസാരിക്കുന്നില്ല എന്നൊരു ചോദ്യം ചോദിക്കാൻ നീറ്റ് പരീക്ഷയെ കുറിച്ച് 1.25 മണിക്കൂർ നീളുന്ന ചർച്ച മെനഞ്ഞാന്ന് തമ്മിൽ കേന്ദ്രപ്രധാന്റെ രാജി പോലും അതിൽ പറഞ്ഞു. ചർച്ചയുണ്ടായിരുന്നു. പറയാം. ഈ തോൽവിക്ക് ശേഷം വനവാസലാന്ന് തോന്നുന്നു. മീഡിയക്ക് 2 രീതിയിൽ ചെയ്യാം. നീ എന്താ ചെയ്യാണ്ടിരുന്നേ ചോദിക്കാം. നീ എന്തുകൊണ്ട് ചെയ്തില്ല? ഈ 2 ടോണുകള് ആരാധനം പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. സുനിൽ ഞാൻ ചർച്ച അയച്ചു വരും. യൂട്യൂബിലുണ്ട്. ഇവിടെ പറഞ്ഞെന്തറിയോ, ഒരു ദിവസത്തെ ചർച്ചയല്ല യഥാർത്ഥത്തിൽ ഈ വിഷയം ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കേണ്ടതാണോ? അല്ല, 20 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ ഭാവി, ഇനി വരുന്ന കുട്ടികൾക്കും ഈ പരീക്ഷാ സംവിധാനത്തോട് വിശ്വാസ്യത ഇല്ലാത്ത തരത്തിൽ തീർച്ചയായിട്ടും ശുദ്ധ തോന്നിവാസം ചെയ്ത ഗവൺമെന്റ് അതിനെതിരെ തുടർച്ചയായിട്ട് വരണ്ടേ? അത് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാ പ്രശ്നം. അത് അർത്ഥത്തിൽ ചർച്ച ചെയ്യുന്നില്ല, അത് അർത്ഥത്തിൽ വരുന്നില്ല. അതൊരു വെസ്റ്റ് അതല്ല. ആറ്റയായാലും എലിയായാലും വലിയ പ്രതിഷേധം രാജ്യത്തുണ്ട്, ജനങ്ങൾക്കിടയിലുണ്ട്. ഈ പരീക്ഷ ഗോപാലകൃഷ്ണന്റെ മക്കളായാലും അവരൊക്കെ ആഗ്രഹിക്കുന്നു. ഒരു അക്ഷരം ഇട്ടില്ല. ഇവിടെ ഒരു ചോദ്യ പേപ്പർ നമുക്കറിയാം. ഇവിടെ ഒരു ചോദ്യ പേപ്പർ, ഏതെങ്കിലും മോഡൽ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഇതുപോലെ ആസ്ഥാനത്ത് കിടന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോഡൽ പരീക്ഷയുടെ വിശ്വാസ്യതയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എത്ര ദിവസം ഈ തെരുവിൽ ഒരു ചർച്ചയുള്ളൂ. ഒറ്റ ദിവസം പേരിന് വേണ്ടി ചർച്ച മാത്രം, പേരിന് വേണ്ടി മാത്രം ചർച്ച. ഇതിനകത്ത് ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹം പാറ്റ എലി എന്നൊക്കെ പറഞ്ഞ് രാജ്യത്തെ പ്രതിഷേധിക്കുന്ന കുറച്ച് കുട്ടികളെ ചെറുപ്പത്തെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഇവരെ പറഞ്ഞേ, നിങ്ങളെ പറഞ്ഞു. ഒരിക്കലും ഞാൻ പറയട്ടെ, ഞാൻ എങ്ങനെ ആ പേരിലേക്ക് ആ പാർട്ടി വന്നു എന്ന്. ആ പാർട്ടിയെ
വ്യവസ്ഥിതിയിലേക്ക് ആ കുട്ടികൾ അങ്ങനെ ഒരു പേരെടുക്കാനുണ്ടായ അല്ല, അതൊക്കെ പോട്ടെ. നീതിന്യായ ഞാൻ വ്യവസ്ഥിതിയുടെ ചർച്ച ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന അതിലേക്ക് ആളുടെ ഞാൻ വായിൽ നിന്ന് വന്നിട്ടില്ല. വന്ന പ്രയോഗമാണ് എന്നുള്ള അല്ലല്ല, ചരിത്രം ചിന്ത. മനസ്സിലാക്കിയിട്ട് വേണം ജിതിൻ ചേട്ടാ അതിനെ കുറിച്ച് അങ്ങനെയല്ല ഞാൻ കാര്യം പറയാം. SFI-യുടെ സമരത്തെ പറ്റി സംസാരിച്ചേ. SFI-യുടെ സമരം നമ്മൾ ചർച്ച രാജ്യത്ത് ചെയ്തു. എവിടെ അനീതിക്കെതിരെ നടക്കുന്ന പോരാട്ടത്തോടും ഐക്യപ്പെടാൻ SFIക്ക് കഴിയും. കഴിഞ്ഞ പക്ഷേ 10 വർഷം ഞങ്ങൾക്ക് കൊണ്ട് യാതൊരു ചെയ്തില്ല. സംശയവുമില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തില്ല. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തില്ല. കഴിഞ്ഞ 10 വർഷമല്ലല്ലോ. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ SFI എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഞങ്ങൾ പറഞ്ഞില്ല. 10 വർഷം ഗവർണർ 10 വർഷം മാറ്റി പിടിക്കാം ഇത് കക്ഷി രാഷ്ട്രീയമായി. SFI അനീതി സമരങ്ങളോട് സമരസപ്പെടുമെന്നാ പറഞ്ഞത്. തിരുവനന്തപുരത്ത് SFI എല്ലാ അനീതികൾക്കെതിരായിട്ടുള്ള സമരത്തിൽ കൂടെ ചേരുന്നു ഒരു ചോദ്യം PSC റാങ്ക് ലിസ്റ്റ് നിങ്ങളെ കണ്ടില്ലല്ലോ, ചിന്ത കണ്ടില്ലല്ലോ. BJP ന്യായീകരിക്കാൻ അവർ തന്നെ ഉണ്ടാവും. ഇവരുടെ അഭിപ്രായം ചോദിക്കാം. ഇവർ ഇത്ര നേരം നിങ്ങൾ കേട്ടോണ്ടിരുന്നു. പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഒന്നും കണ്ടും കയറിയത് SFI-ക്കാരായിരുന്നു. PSC റാങ്ക് ലിസ്റ്റിനെ അട്ടിമറിച്ചോണ്ട് അന്ന് സമരം ചെയ്ത് ഞങ്ങൾ ASU യൂത്ത് കോൺഗ്രസ് അവിടെ SFI-യെ കണ്ടില്ലല്ലോ, ചിന്ത കണ്ടില്ലല്ലോ. എന്ത് എവിടെയായിരുന്നു? സാറേ, ഈ ചാനൽ ചർച്ചകളിൽ പണ്ടൊക്കെ ജനത്തിനുണ്ടായിരുന്ന ഒരു താല്പര്യം, പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്ന ഒരു താല്പര്യം ഇപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ചാനൽ ചർച്ചകളിൽ പരസ്പരമുള്ള വാഗ്വാദങ്ങളിൽ അവരോട് ജയിക്കണം എന്നുള്ള രീതിയിലേക്ക് വാഗ്വാദങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അന്നേരം തന്നെ അത് ആൾക്കാർക്ക് ഇപ്പൊ നടന്ന പോലെയുള്ള ഒരു അതാണ് മിക്ക ചാനൽ ചർച്ചകൾ സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രശ്നമായിട്ട് അപ്പൊ ആൾക്കാർക്ക് അലോസരം ഉണ്ടാക്കും ഈ പ്രശ്നങ്ങൾ. കാരണം എല്ലാവരും കൂടിയുള്ള ഒച്ച ഒരു ബഹളമായിട്ടാണ് ഈ ചാനൽ ചർച്ച കാണപ്പെടുന്നത്. അത് തന്നെ പ്രേക്ഷകർ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് സാറേ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഒന്നല്ല ചാനൽ മാറ്റും. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ വെച്ച് നോക്കും ഈ തർക്കം തീർന്നിട്ടുണ്ടോന്ന്. അങ്ങനെ നമ്മൾ ചാനൽ മാറ്റി കാണും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം വരുന്നത് ചാനൽ ചർച്ചകളിൽ അവതാരകൾ അറിവിന്റെ നിറകുടമായിട്ട് വന്നിട്ട് അവർ ഇടക്കിടെ കയറി ഇടപെടും. ചിലപ്പോൾ ഒരു കാര്യങ്ങൾ ക്രെഡിബിലിറ്റി ആയിട്ട് പറയുന്ന ഒരു കാര്യങ്ങൾ പോലും അവർ ഒരു ഇടപെടൽ നടത്തും. എന്നിട്ട് ഒന്നല്ലെങ്കിൽ അവിടെ ബ്രേക്ക് ഉണ്ടാക്കും, അല്ലെങ്കിൽ അവർ ഇടക്കിടക്ക് ഇടപെട്ടോണ്ടിരിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ ഈ രാഷ്ട്രീയമില്ലാതെ ഈ ഒരു കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന പ്രേക്ഷകര് ഇതിനോടൊരു അലോസരം ഉണ്ടാവും. അപ്പൊ അവര് ചാനൽ ഇടക്കിടക്ക് മാറ്റി നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അങ്ങനെ ഒരു പ്രവണതയാണ് ഇപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ഒരു താല്പര്യം ഇപ്പൊ ഈ ചാനൽ ചർച്ചകൾ കുറഞ്ഞു വരികയാണ്. കുറെ പൊതുജന ഈ ചാനൽ ചർച്ചകൾ വളരെ സസൂക്ഷ്മം കേൾക്കുന്നുണ്ട്. അവർ ഒരു ചർച്ച കഴിഞ്ഞിട്ട് വേറെ ചർച്ചകൾ കാണുന്നു. അവരിതിന്റെ അതൊരു ഇൻഫർമേഷൻ ഗ്യാതറിങ് അവർ നോക്കുന്നുണ്ട്. പത്രം വായിക്കുന്നതിന് പകരം അവരിങ്ങനെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ പലപ്പോഴും ചർച്ചകൾ ഇപ്പോൾ പഴയ കാലത്തെ പോലെയല്ല. ഇപ്പോൾ ഈ 1 മിനിറ്റിൽ തന്നെ പരമാവധി ഇതുപോലെയുള്ള വാഗ്ധോരണികൾ, വലിയ പഞ്ച് ഡയലോഗുകൾ പറയാൻ നോക്കി റീലായിട്ട് വിടണം. അപ്പൊ ആ ഒരു ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരത്തെ SKN പറയാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അതായത് ഇവരെല്ലാവരും പരാതി പറഞ്ഞല്ലോ, അതായത് ഇപ്പൊ എഡിറ്റോറിയൽ ബോർഡിന്റെ തീരുമാനത്തിൽ പ്രകാരമാണെന്ന്. പക്ഷെ ഞാൻ ഇവരോട് ഇത് SKN തെറ്റാണ് എന്ന് തിരുത്താം. എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു മാധ്യമപ്രവർത്തനം എന്ന രീതിയിൽ പറയാനുള്ളത്, ഈ ആങ്കർമാരാണ് കാര്യങ്ങൾ കൂടുതൽ നിശ്ചയിക്കുന്നത്. ഇവരെക്കാൾ കൂടുതൽ, അതായത് എഡിറ്റോറിയലിനേക്കാൾ കൂടുതൽ ആങ്കർമാർക്കാണ് ഇപ്പോൾ പവർ എന്നാണ് എൻ്റെ അല്ല. ഇതിനകത്ത് എന്ന് വെച്ചാല് എൻ്റെ ഒരു സങ്കല്പം, ഇപ്പൊ 24 എന്ന് പറയുന്ന ഒരു ചാനൽ കൊണ്ടുവന്നൊരു അവതാരകൻ എന്നുള്ള നിലയിൽ അവതാരകന് പരമാവധി സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും അവരോട് പരമാവധി നമ്മൾ അങ്ങോട്ട് ഡിക്റ്റേറ്റ് ചെയ്യാതിരിക്കുക. എല്ലാ ചാനലുകളിലും മാത്രമല്ല, ഇപ്പൊ നമ്മൾ സാധാരണ ഇത് സംഭവിക്കുന്നത്, ഇപ്പോൾ ആഷ്മി താജ് ഇബ്രാഹിം ഒരു വിഷയം പറയുന്നു, ഇന്ന് ഇതാണ് ഏറ്റവും ഹോട്ട് വിഷയം, അല്ലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ഇതാണെന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റോറിയൽ അതിനെക്കുറിച്ച് സംവാദം നടത്താറില്ല. ഓക്കെ, നല്ല ഗസ്റ്റുകളെയൊക്കെ കിട്ടിയോ എന്ന് മാത്രം ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അതും അപ്പോൾ ഗസ്റ്റുകളൊക്കെ ഉണ്ട്, ഓക്കെയാണ് എന്ന് പറയുമ്പോൾ ആ ചർച്ച നടക്കും. ഈ ചാനലുകൾക്കാണ് എപ്പോഴും നമ്മളൊരു ആനന്ദ് ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ഈ എല്ലാ ചർച്ചകളും ഈ അന്തിച്ചർച്ച 8 മണിക്ക് ആരംഭിക്കുന്നത്. പ്രേതം പോലും ഇറങ്ങത്തില്ല ആ സമയത്ത്, കുറച്ചുകൂടെ വൈകി ഇറങ്ങും. അപ്പോൾ 8 മണിയുടെ ചർച്ചയിൽ നമ്മൾ പതുക്കെ ഒന്ന് വഴുതി മാറി 7 മണിക്കോട്ട് നിന്നു. ആ സമയത്ത് വലിയ ഉപദ്രവമില്ല. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ. ഇതിന്റെ പ്രാധാന്യം പലപ്പോഴും വെളിയിൽ ആൾക്കാർക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കോടതി വ്യവഹാരങ്ങളെ പോലും ഈ ചാനൽ ചർച്ചകൾ സ്വാധീനിക്കാറുണ്ട്. അങ്ങനെ എണ്ണം പറഞ്ഞ കേസുകളുണ്ട്. അത് പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളാവുന്നു പറയുന്നില്ല. ജഡ്ജിമാരെ പോലും അത് സ്വാധീനിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയം. വസ്തുതാപരമായ ഡിസ്കഷൻസിനെ കോടതി പോലും സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ചാനൽ ചർച്ചകൾ 2 രീതിയിലുള്ള ആളുകൾ കാണുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞല്ലോ, നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ സത്യം മനസ്സിലാക്കാൻ വേണ്ടി ചാനൽ ചർച്ച കാണുന്നവരുണ്ട്. അതേസമയം എൻ്റെ പാർട്ടിക്കാർ എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി ഓരോ പാർട്ടിക്കാരും ചർച്ച ചെയ്യും. അപ്പോൾ എൻ്റെ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ശക്തമായി അറ്റാക്ക് ചെയ്ത് പറയണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ പാർട്ടിക്കാരുണ്ടാവും. പക്ഷെ അതിനപ്പുറത്ത്
നിഷ്പക്ഷരായിട്ടൊരു ജനതയുണ്ട്. അവർ വീക്ഷിക്കുന്നതിനകത്തുള്ള വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാനാണ്. ഇത് രണ്ടും മനസ്സിലാക്കി ഒരു ചർച്ചയെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ചാനലുകൾക്കാണ്. നിങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണെങ്കിൽ, നാലാമത്തെ തൂണാണെങ്കിൽ. ഇതിനകത്ത് കൂടുതലും ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചും പൊളിറ്റിക്കൽ ഹിസ്റ്ററിയെ കുറിച്ചും ഒക്കെ താല്പര്യമുള്ളവരെ കൂടുതലും ഈ സംവാദം കാണും. നമ്മൾ ചിലപ്പോഴൊക്കെ ഈ സർവേ ഒക്കെ നടത്തിയിട്ടുണ്ട്. സർവേ നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്തായിട്ട് വന്നൊരു ഗുണപരമായ മാറ്റം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ കൂടുതൽ വാർത്താ ചാനൽ കണ്ടു തുടങ്ങി. എനിക്ക് തോന്നുന്നത് ദീപ്തിക്കൊക്കെ സന്തോഷം വരുന്നൊരു കാര്യമാണ്. അവർ പ്രത്യേകിച്ച് കുടുംബങ്ങൾ ആ സമയത്ത് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കുറച്ച് മാറിയിട്ടുണ്ട്. അവർ മാറി ഈ ചർച്ചകളിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ ആളുകളെ അലവസരപ്പെടുന്ന രീതിയിൽ ഈ ശബ്ദ കോപ്രായങ്ങൾ ഉണ്ടാക്കിയാൽ, ബഹളങ്ങൾ ഉണ്ടാക്കിയാൽ അവർ അപ്പം തന്നെ അടുത്ത ചാനൽ, ഒന്നാമത് ഈ എൻ്റർടൈൻമെൻറ്റ് ചാനലും ന്യൂസ് ചാനലും നമ്മുടെ സർവേ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഈ ന്യൂസ് ചാനലിലെ പ്രേക്ഷകൻ തത്തിക്കളിക്കും. ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും, അങ്ങനെ ചാടി ചാടി കളിക്കും. മറ്റിടത്താണെങ്കിൽ തീരില്ല, ഇരുന്ന് കാണുക. ഈ റിമോട്ട് താഴെ വെക്കത്തില്ല ന്യൂസ് ചാനൽ. എന്ന് വെച്ചാൽ അവരുടെ കയ്യിലിരിക്കുക നമ്മുടെ തലയിലെഴുത്തും. ഓക്കെ റെഡി. ഇതിനകത്ത് ഒറ്റ കാര്യം പറയാം. നേരത്തെ ഒരു കാര്യം പറയാൻ വന്നു, രണ്ടുകൂടെ ചേർത്ത് ഒന്നുമില്ല. ഇവിടെ വന്നൊരു കാര്യം ഇതാണല്ലോ, നമുക്ക് ഇതിന് അജണ്ടയുണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ എത്തി. സ്വാഭാവികമായും അജണ്ടയുണ്ട് എന്ന കാര്യത്തിലും എല്ലാവരും ഒരേ തീരുമാനത്തിൽ. എല്ലാവരും എത്തിയില്ല, ഞാൻ എത്തിയിട്ടില്ല ഇതിനകത്ത്. ഞാൻ സാറിന്റെ ഉദ്ദേശശുദ്ധിയെ എല്ലായ്പ്പോഴും ബഹുമാനിക്കുന്നു. പക്ഷെ അതിനകത്ത് ഷിബു സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം കുറവാണ് എന്നൊരു വാദത്തെ ഖണ്ഡിക്കാനായി അദ്ദേഹം ഇത് തന്ത്രപൂർവ്വം അതിനിടയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടായി. ഒരു അപകടമുണ്ട് അദ്ദേഹം. അപ്പം അതിനകത്തുള്ള ഒരു അപകടം, അജണ്ടയുണ്ട്. മാധ്യമങ്ങൾക്ക്, ഞങ്ങൾ വിശ്വസിക്കുന്നത് മാധ്യമങ്ങൾക്ക് സ്വാഭാവികമായും എല്ലാവർക്കും പാർഷ്യാലിറ്റി ഉള്ള പോലെ മാധ്യമങ്ങൾക്കും കൃത്യമായ ഒരു അജണ്ടയും പാർഷ്യാലിറ്റിയും. ബ്ലോക്ക് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു ചാനൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇത് ബ്ലോക്കിനെ കുറിച്ച് നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയാം സാർ. ഞാൻ പറയുന്നത് ഇത് മാധ്യമങ്ങളിൽ ഇന്ത്യയിൽ മുഴുവൻ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ ഗോദി മീഡിയ ആണ്. അതിൽ ഈ നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് കൃത്യമായ കൈകടത്തൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് വേണമെങ്കിൽ അത് മാധ്യമങ്ങളുടെ മാത്രം പ്രശ്നമാണ് എന്ന് വ്യാഖ്യാനിക്കാം. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആ മാധ്യമങ്ങളുടെ പ്രശ്നത്തെ ഫിക്സ് ചെയ്യുന്നത് ഭരണകൂടമാണ്. അങ്ങനെ ഉണ്ടാവുന്നത് കൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യം വളരെയധികം കുറഞ്ഞൊരു നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു ചർച്ചയിലുണ്ടായ സ്റ്റേറ്റ്മെന്റിനെ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര അപകടം. ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെയുള്ള ദുസ്വാധീനങ്ങൾ ഇപ്പൊ ഭരണപക്ഷത്തിന്റെ ആരുടെയാലും അത് ഏറ്റവും കുറവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അദ്ദേഹത്തിന് അറിയാം. തീർച്ചയായും ഞങ്ങൾ അങ്ങനെ തന്നെ. കാരണം ഇത് നമ്മളിപ്പോ ദേശീയ തലത്തിലൊക്കെ നമുക്ക് ചില സംഘടനകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിരിക്കും നമ്മൾ ഈ പൊതു പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ അരുണ ഗോസ്വാമിയൊക്കെ ഉള്ളൊരു സംഘടനയൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ആ സംഘടനയിലൊക്കെ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഉത്തരേന്ത്യൻ മീഡിയ എടുക്കുന്ന നിലപാട് നേരെ വിരുദ്ധമാണ് ദക്ഷിണേന്ത്യയിലെ മീഡിയകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ. അത് ഇപ്പോഴും അത് അങ്ങനെ സംരക്ഷിച്ച് നിർത്തുന്നെങ്കിൽ അതിൽ അവതാരകർക്ക് ഒരു പങ്കുണ്ട്. തീർച്ചയായും അതിൽ അവതാരകരുടെ പങ്കിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. പൊതുജനങ്ങളുടെ പങ്കുണ്ട്. അല്ല ഇല്ലെന്ന് പറയുന്നില്ല. കാര്യം രാഷ്ട്രീയക്കാരെ കേരളത്തിന്റെ ഒരു ഇദ്ദേഹത്തിന് എന്താ പറയാനുണ്ട്? ചർച്ചകൾ എപ്പോഴും സാമൂഹ്യ ഇഷ്യൂസിനെ അടിസ്ഥാനമാക്കിയാണ്. അതെ. അപ്പോൾ സമൂഹത്തിലെ ആ ചർച്ച എന്ന് പറയുമ്പോഴത്തേന്, ചാനൽ ചർച്ച എന്ന് പറയുമ്പോൾ അതൊരു ഡെമോക്രാറ്റിക് ആണ്. ആകണം ഡെമോക്രാറ്റിക് ആകണം. അപ്പോൾ അങ്ങനെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നത് ആ ഇഷ്യൂസിനെ അടിസ്ഥാനമാക്കി സാമാന്യ ജനങ്ങൾക്ക്, സമൂഹത്തിന് ഒരു നല്ല ഐഡിയ കൊടുക്കുക എന്നുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്. അതിന് മെറിക്സും ഡീമെറിക്സും. അപ്പോൾ ഇതിനെ ആസ്പദമാക്കി ചാനൽ ചർച്ചയ്ക്ക് ക്ഷണിക്കപ്പെടുന്ന ഓരോ രാഷ്ട്രീയത്തിലെയും വ്യക്തികൾ അവിടെ ആഗതരാകുന്നത് ഞാൻ കണ്ടിടത്തോളം ഒരു വാളും ഒരു പരിചയമായിട്ടാണ്. എല്ലാ വ്യക്തികളും ഞാൻ കണ്ടിടത്തോളം അങ്ങനെ ചർച്ചകൾ നടത്തി യുദ്ധം തുടങ്ങുകയാണ് അവിടെ. അവരവരുടെ ആ രാഷ്ട്രീയ പാർട്ടിക്ക് അനുസൃതമായിട്ടുള്ള ആശയങ്ങൾ പറയുന്നു, അതിനോട് പ്രതികരിക്കുന്നു, അങ്ങനെയൊക്കെ പോകുന്നു. പക്ഷേ ഇതിനകത്ത് പരിചയമില്ലാതെ ഞാൻ കാണുന്നത് അതിൻ്റെ അകത്തെ അവതാരകൻ അല്ലെങ്കിൽ അവതാരിക, മോഡറേറ്റർ വാള് മാത്രമായിട്ട് വരുന്നു. പരിചയമില്ല. അപ്പോൾ ഈ വാള് കൊണ്ട് ഈ പറയുന്ന ആശയങ്ങള് ഇവരെന്ത് പറയുന്നു എന്നുള്ളതിന് ഒരു ബ്രീഫിംഗ് നടത്തുന്നില്ല. ഒരു ബ്രീഫിംഗ് അങ്ങ് വിചാരിക്കരുത് ഗോപാലകൃഷ്ണനെ പോലെയുള്ള പാനലിസ്റ്റുകൾ വാളുമായിട്ട് ഇറങ്ങുന്ന അവതാരകയെ വെറുതെ വിടുന്നു. ഞാൻ അങ്ങനെ പറയുന്നില്ല. മാത്രമല്ല ഇവർക്ക് കിട്ടുന്ന 2-3 മിനിറ്റുള്ള ഒരു ടൈം ആ പരിമിതിക്കുള്ളിലുണ്ടല്ലോ, ഇവര് ഡിബേറ്റിംഗ് ടാലന്റ് മുഴുവൻ പുറത്തെടുക്കും. കാറിലൊക്കെ ഇരുന്ന് ആലോചിക്കത്തില്ലേ, ഇങ്ങനെ ചോദിച്ചാൽ അങ്ങനെ പറയണം, അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ പറയണം, തവള ചാട്ടം എവിടെ ചാടണം, അതെല്ലാം ചാടും. ഉപരി നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇനിയിപ്പോ അവതാരക ഇനി എത്ര വലിയ ആളാണെങ്കിൽ പോലും നമുക്ക് ശക്തമായ ആർഗ്യുമെന്റ് ഉണ്ടെങ്കിൽ അവതാരകരെയൊക്കെ നമുക്ക് നിലക്ക് നിർത്താനൊക്കെ. മാത്രമല്ല ഈ അവതാരകനെ സന്തോഷിപ്പിച്ച് നിർത്തി പ്രോഗ്രാം പിടിക്കുക എന്ന് പറയുന്ന കർമ്മം ഇതിനകത്തില്ലല്ലോ. ഇല്ല. അതില്ല.
അയാൾക്ക് ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയും. ചാനൽ ചർച്ചയെ കുറിച്ച് ജെൻസിക്കുള്ള അഭിപ്രായം എന്താണെന്ന് അറിയണം. ജെൻസിക്കുള്ള അഭിപ്രായം ജെൻസിയുടെ കാര്യം ചോദിക്കാം. എനിക്ക് പറയാനുണ്ട് ഒരു അടിസ്ഥാനപരമായി ആ ഒരു ആസ്പെക്ടിനെ ജനറേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് സാമാന്യ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ ചർച്ച വിജയമാണ്. പക്ഷേ ഇവിടെ ചാനലിലെ അവതാരകനോ അവതാരികളോ വന്നു കഴിയുമ്പോൾ മോഡറേറ്റ് വന്നു കഴിയുമ്പോൾ ഈ നടത്തിയ ചർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ട് ഒരു ചേട്ടൻ മനസ്സിലാക്കാത്ത ചിലപ്പോൾ ചേട്ടൻ അറിയാവുന്ന ഒരു കാര്യം ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ വർക്ക് ചെയ്യും. അതായത് ഈ ജനങ്ങൾ കൂടുതൽ എന്താ കേൾക്കുന്നത് ചേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ? അല്ല ജനങ്ങൾ ഇപ്പൊ നമ്മൾ ദൂരദർശനിലെ ചർച്ചയ്ക്ക് പോയിട്ടുള്ള ആളാണ് ഞാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാദഗതി അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആളിനും സംസാരിക്കാം എന്ന് പറയുന്നൊരു ചർച്ചാ രീതി ഒരു കാലം ദൂരദർശനുണ്ടായിരുന്നു. സുല്ലൊക്കെ പോയിട്ടുണ്ട് ആ ചർച്ചയ്ക്കൊക്കെ. ഇതൊക്കെ അപ്പോഴാണ് റിമോട്ടിന്റെ വർക്കിംഗ് കൂടുതലാകുന്നത്. ശരിയായിരിക്കാം പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം അറിയാമോ? നമ്മൾക്ക് ഒരാളെ ശ്രോതാവാക്കി ഇരുത്തണമെങ്കിൽ അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ക്ഷമകേടുണ്ടെങ്കിലും കേട്ടുകൊണ്ടിരിക്കണമെങ്കിൽ എനിക്ക് അപാരമായ ഒരു ഡിബേറ്റിംഗ് ടാലന്റ് ഉണ്ടാവണം. ആ ടാലന്റ് ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ തന്നെ പാനലിസ്റ്റുകളായി പിന്നെയും ബുക്ക് ചെയ്യപ്പെടുന്നത്. മാത്രമല്ല നിശ്ചിതമായ ഭാഷയിൽ സംക്ഷിപ്തമായി കാര്യങ്ങൾ സംസാരിക്കുന്ന ആളിനോടാണ് പ്രേക്ഷകർക്ക് താല്പര്യം. കേരളത്തിലെ ടെലിവിഷൻ ചരിത്രത്തിൽ 30 വർഷമായി. ഈ 30 വർഷത്തിൽ ഏതാണ്ട് ഒരു 18 വർഷമായിട്ട് ചാനൽ ചർച്ച നടക്കുന്നുണ്ട്. ഈ 30 വർഷത്തിൽ ചർച്ചകളെക്കാൾ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പല പ്രോഗ്രാംസ് നിന്നു പോയിട്ടുണ്ട്. പക്ഷെ ചാനൽ ചർച്ച നിന്നു പോയിട്ടില്ല. അതിന്റെ കാരണം എന്തുകൊണ്ട്? കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങൾ ഇതിനെ ആകർഷിക്കുന്നുണ്ട്. രാഷ്ട്രീയ വിദ്യാഭ്യാസം കൂടാതെ കണ്ട് വിദേശ മലയാളികൾ ഇതിനോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഉള്ള ആളാണ്. പല ഇപ്പം ടൈമിംഗ് മാറ്റമുള്ളവർ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. എനിക്ക് തന്നെ പലയിടത്തും ആ അനുഭവമുണ്ട്. അപ്പൊ അതുകൊണ്ട് ചാനൽ ചർച്ചകളിൽ ജനങ്ങളെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്, അതുകൊണ്ട് നിലനിന്നു പോകുന്നു. സാർ, അങ്ങേക്ക് ഒരു വലിയ ബിഗ് സല്യൂട്ട് ഈ വിഷയം ഗൗരവമായി എടുത്തതിന്. കാരണം ഈ രാജ്യത്തെ ലക്ഷം വരുന്ന പ്രേക്ഷകരായ ഞങ്ങളുടെ ശബ്ദം എങ്ങും മുഴങ്ങി കേൾക്കാറില്ല. ഇവിടെ ചാനൽ ചർച്ചകൾ വന്ന് അങ്ങും ഇങ്ങും അടിപിടി ഉണ്ടാക്കുന്ന നേതാക്കന്മാരുടെ ശബ്ദകോലാഹലങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന ജനത്തിന്റെ പ്രതികരണം അവതാരകരോ അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോ മനസ്സിലാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് പറയാം സർ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാഷ്ട്രീയമായിരുന്നാലും സാമൂഹ്യ വിഷയങ്ങളായിരുന്നാലും അതിന് ചർച്ച ചെയ്യാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് അവസരമുള്ളപ്പോൾ തന്നെ അതല്ലാതെ സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ തയ്യാറായാൽ അത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിന് ഞാൻ തയ്യാറുണ്ട്. ചർച്ച കാണാറുണ്ടോ മോളെ? സത്യം പറഞ്ഞാൽ ചർച്ച അങ്ങനെ കാണാറില്ല. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവരെ ആരെങ്കിലും അറിയാമോ? ആരെങ്കിലും സാറിനെ അറിയാം. ഈ ചേട്ടനെ അറിയാം. ആ ചേട്ടനെ അറിയാമോ? കണ്ടു പരിചയമുണ്ട്. പേരറിയത്തില്ലല്ലേ? അല്ല, കൂടുതലായും ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഒച്ചയും ബഹളമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു സംഭവം കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് അങ്ങനെ അതിലില്ല. പിന്നെ കുറച്ചുകൂടി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഇപ്പൊ റെലവെന്റ് അല്ലാത്തത് പറയുന്നതല്ല ഞങ്ങൾ പറയുന്നത്, റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കുറച്ചും കൂടി നല്ല ഭാഷയിൽ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. ഇതില് വലിയ ഉത്തരവാദിത്തമാണ്. കാരണം പുതിയ തലമുറ ഇങ്ങനെ ഇതിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളത് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ഉത്തരവാദിത്തം നൽകുന്നു. അപ്പൊ ഞങ്ങളുടെ മര്യാദകൾ ഇക്കാര്യത്തിൽ ചർച്ചകൾ പാലിക്കപ്പെടണം, റെസ്പോൺസിബിൾ ആകണം. ഡെഫിനറ്റ്ലി. മാത്രമല്ല ഇവര് കൈവിട്ട് പോയാൽ പോയി. അതെ, ഈ ജെൻസിയുടെ പൊളിറ്റിക്സ് ഏറ്റെടുക്കണം. അവിടെയാണ് പ്രശ്നം. ജെൻസിയുടെ പൊളിറ്റിക്സ് ഏറ്റെടുക്കണം. അതെ, നമ്മള് അത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിപ്പോ നീറ്റ് പരീക്ഷ മാത്രമല്ല, അവരുടെ മറ്റു പല ഇഷ്യൂസ് ഉണ്ട്, അത് ഏറ്റെടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടി വസീം ഒരു അഭിപ്രായം പറയണം അതിനെ കുറിച്ച്. അത് ജെൻസി അവരൊന്നുകൂടി പറയട്ടെ. മോളെ ഞാനും അങ്ങനെ ചർച്ച അങ്ങനെ കാണാറില്ല. പക്ഷെ ഇന്നിപ്പോ അന്തിചർച്ചയ്ക്ക് വന്നാന്ന് പറഞ്ഞപ്പോ കുറെ പേരെടുത്ത് ചോദിച്ചു. അപ്പൊ എല്ലാരും പറയുന്നത് നമ്മൾ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ നമ്മൾ ഇതിൽ നിന്ന് കുറെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പല ഏജിലുള്ള ആൾക്കാരാണ് കാണുന്നത്. കുട്ടികൾ കാണാം, മുതിർന്നവർ കാണാം, എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ ഇത് കാണുമ്പോൾ അവരിലേക്ക് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു കുട്ടികൾക്കൊക്കെ കേൾക്കുമ്പോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത രീതിയിലുള്ള സംസാരം കുറച്ചുകൂടെ അപ്പൊ ഇനി
ചാനൽ ചർച്ചകൾ സൗണ്ടില്ല. കാണാറുണ്ട്. സൗണ്ട് ഇല്ല ഒന്നും ഇടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്. എന്നിട്ട് എന്തുവാ തോന്നിയിട്ടുള്ളത്? അതിന്റെ അമ്മമാർക്ക് വരെ പണിയില്ലേ? കാണാറുണ്ടോ? അല്ല, യൂട്യൂബ് ഷോർട്സ് കാണാറുണ്ടോ? ചാനൽ ഡിസ്കഷൻ അതുണ്ട്. അതാണ് കാണാറുള്ളത്. ഈ അടുത്ത് കണ്ട ഏതെങ്കിലും ചാനൽ ചർച്ച ഓർമ്മയുണ്ടോ? ചാനൽ ചർച്ച ഇത് ബേസ് ചെയ്ത് വന്ന ഏതെങ്കിലും ട്രോൾ ഓർമ്മയുണ്ടോ? ട്രോള് ഓർമ്മയാണ്. ഈ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ട്രോൾ ചെയ്തായിട്ട് ഓർമ്മയുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും മറ്റേ ഡാൻസ് കണ്ടോ? ഡാൻസ് ഉണ്ട്. കണ്ടായിരുന്നോ? അത് മതി. അത്രയെങ്കിലും ഒരു ഇതുണ്ടല്ലോ. അല്ല ശ്രീണ്ണൻ നായർ സാർ സ്വാധീനിച്ച വിടുന്ന ഏക ബിലോ 30 വേണ്ട രീതിയിൽ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ വീക്ക്നെസ് ആണ് അത്. നമ്മൾ ബിലോ 30 എസ്പെഷ്യലി ബിലോ 35 അല്ലെങ്കിൽ ബിലോ 30 എൻഗേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പറയുന്ന ഗൗരവമോ ഡെപ്തോ അവരിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പരാജയമാണ്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എപ്പോഴും നോക്കുന്ന. കാരണം ഒരു 40+ മേലുള്ള ആൾക്കാർ കല്യാണങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് എല്ലാവരും അറിയും, എല്ലാവരും നമ്മളൊന്ന് ഗ്രീറ്റ് ചെയ്യും. അതേസമയം ഈ 30 താഴെയുള്ള ഏതെങ്കിലും നമ്മൾ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാണ്ട് നടന്നു പോവാം. ഒരാള് നമ്മളെ തിരിച്ചറിയില്ല. അവരിനകത്ത് എൻഗേജ്ഡ് അല്ല. പ്രശ്നം എന്ന് വെച്ചാൽ അവർ എൻഗേജ് ആവാത്ത അവരുടെ കുറ്റമല്ല, നമ്മൾ അവർക്ക് വേണ്ട സാധനം കൊടുക്കും. ഈ യൂട്യൂബേഴ്സിനെ ഇവർക്ക് പലർക്കും അറിയാം, ഇൻഫ്ലുവൻസേഴ്സിന് അറിയാം, ഈ ഫുഡ് ബ്ലോഗേഴ്സിന് അറിയാം, പിന്നെ യാത്രയെ കുറിച്ച് ചെയ്യുന്നവരറിയാം, ഈ വാഹനത്തെ കുറിച്ച് പറയുന്നവരറിയാം. ഇപ്പോ രാഹുലിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അവരെ കേട്ടതും കണ്ടതും സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ, ഡിബേറ്റുകളിൽ, പിന്നെ പുരുഷന്മാർക്ക് വേണ്ടി അതെ, അത് വരുമ്പോ അത് കട്ട് ചെയ്തു പോകുന്നത് അവർക്കറിയാം എന്നുള്ളതാണ്. അപ്പൊ അവരുടേതായ മേഖലകളിൽ അറിയാൻ താല്പര്യമുള്ളതൊക്കെ അവരറിയുന്നുണ്ട്. അത് യൂട്യൂബായിട്ടും ChatGPT ആയിട്ടും മറ്റൊക്കെ അവരറിയുന്നുണ്ട്. അപ്പൊ ആ ഒരു ട്രെൻഡ് മാറുന്നുണ്ട് എന്നുള്ളതിലൂടി നമ്മൾ കാണേണ്ടത്. പിന്നെ ഞങ്ങളൊക്കെ ഒരു കാലത്ത് അല്ലെങ്കിൽ ഇവരൊക്കെ അങ്ങനെ ആയിരിക്കും. സ്കൂളിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു, SFI ഉണ്ടായിരുന്നു, KSU ഉണ്ടായിരുന്നു, MSF ഉണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. സ്കൂളിൽ നമ്മളിപ്പോ പ്രസംഗിക്കുന്നത് എവിടെയാ? സ്കൂളിൽ നിന്ന് തുടങ്ങുക. അല്ലെങ്കിൽ അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നെങ്കിൽ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ 10ാം ക്ലാസ്സുകാരൻ കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പോകുമ്പോൾ മുതിർന്ന ചേട്ടന്മാരെ ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാണ്? പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രസംഗിക്കണമെങ്കിൽ നമ്മൾ എന്തുണ്ടാക്കണം? അതിൻ്റെ ഉള്ള മരുന്ന് ഉണ്ടാക്കണ്ടേ? എന്നിട്ടാണ് സംസാരിക്കുക. അത് കേൾക്കാൻ ആ പ്രായത്തിലുള്ള കുട്ടികൾ നമ്മൾ കുറച്ചുകൂടി പറയുന്നത് ഇവരുടെ രാഷ്ട്രീയത്തില് ഇവരെ കൂടി നമ്മൾ ഇൻവോൾവ് ചെയ്യുന്ന തരത്തിലേക്ക്, ഇവർ കൂടി സ്പേസ് കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മൾ ഒരു ചിന്ത. ഞാനും ചിന്തയും കൂടെ ഒരു കുട്ടികളുടെ ഒരു പരിപാടിക്ക് പോയി. ഈ അതിനകത്ത് പങ്കെടുത്ത 10-20 കുട്ടികളാണ്. കൊല്ലത്ത് മനോരമയുടെ പരിപാടിയായിരുന്നു. അതിനകത്ത് ഒരു പെൺകുട്ടി ചിന്തയോടെ ഒരു ചോദ്യം ചോദിച്ചു, എന്നാ വിവാഹം കഴിക്കുന്നത്? അപ്പൊ കുട്ടികൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇവരെ എന്തുകൊണ്ടാ നിരീക്ഷണമാണ്? അപ്പൊ അവർക്ക് അത്ര പ്രശ്നമായോ? അല്ലല്ല, ഒരു പെൺകുട്ടി ചോദിച്ച ചോദ്യമാണ്, ഒരു കുട്ടി ചോദിച്ച ചോദ്യമാണ്. അപ്പൊ വേണ്ടത് നിരീക്ഷണമൊക്കെ അവരുടെ ഉണ്ട്. ദിവസം മറ്റൊരു വേദിയിൽ ഞാൻ പറഞ്ഞു, പുതിയ തലമുറയെ സംബന്ധിച്ച് ചട്ടക്കൂടുകൾക്കകത്ത് നിൽക്കാനായിട്ട് പുതിയ ജെൻസി അല്ലെ ജെൻ ആൽഫ തയ്യാറാവുന്നില്ല. അവരെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം. അതാണിപ്പോൾ CJPയുടെ പിന്നാലെ ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഉയർത്തുമ്പം വരും. ഇപ്പം പ്രളയം നടന്ന സമയത്ത് ഞാൻ യൂത്ത് കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിരുന്നു. അന്ന് ഞാൻ കണ്ട അത്ഭുതകരമായ കാഴ്ചയെന്ന് പറഞ്ഞത്, കുട്ടികൾ, ഈ പറയപ്പെടുന്ന കുട്ടികൾ വന്നിരുന്ന് പ്രളയത്തിന് ആവശ്യമായ സാധനങ്ങൾ മുഴുവൻ പാക്ക് ചെയ്യുകയാണ്. ആരും അനൗൺസ് ചെയ്തിട്ടല്ല. ഒരു SMS-ലൂടെയെങ്കിലും ആ പ്രളയ സമയത്ത് ഇടപെടാത്ത ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഉണ്ടായിരുന്നില്ല. ഇവര് പൊളിറ്റിക്കൽ അല്ല എന്നുള്ള എന്റെ അഭിപ്രായം മാറിയത് ഈ അവരുടെ സ്പർശിക്കുന്ന വിഷയങ്ങൾ അവർക്കുണ്ടാകണം, എങ്കിലേ അവര് വരൂ. അല്ലാതെ അവര് പണ്ട് നമ്മൾ പോയതുപോലെയുള്ള ഒരു സമയത്തല്ല നിൽക്കുന്നത്. ഇന്നലെ ജെൻസിയുടെ പ്രണയമായിരുന്നു ചർച്ച ചെയ്ത്. ഞാൻ പറയുന്നത് എല്ലാ ചർച്ചകൾക്കകത്തും നേരത്തെ ദീപ്തി ചേച്ചിയും ഞാനും നെജുമയും പറഞ്ഞതുപോലെ സ്ത്രീകളെ പോലെ തന്നെ പുതിയ തലമുറയുടെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണം. രാഷ്ട്രീയ പാർട്ടികൾക്കും തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് വേണ്ട പ്രാധാന്യം കൊടുക്കണം, അവരെ ഫ്രണ്ട് ലൈനിലേക്ക് കൊണ്ടുവരണം. തീർച്ചയായിട്ടും അതാണ്. ജെൻസിക്ക് രാഷ്ട്രീയം ഇല്ലാന്നും അവർ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതൊക്കെ തെറ്റാണ്. ജെൻസിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ വേവ് ലെങ്തിലല്ല സംസാരിക്കുന്നത്, അവരുടെ ഭാഷയിലും അല്ല. 24-നെ അഭിനന്ദിക്കുകയാണ്. ഈ പരിപാടിയില് ജെൻസികളെ കൊണ്ടിരുത്തിയതിന് ആദ്യം നിങ്ങളെ അഭിനന്ദിക്കുകയാണ്.
പക്ഷേ ഒരു കാര്യം, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ അപ്പൊ അവര് പറഞ്ഞല്ലോ, എന്നെ അറിയാം, കാരണം ചർച്ചല്ല അറിയാം. അപ്പൊ അവർക്ക് താല്പര്യമുള്ള വിഷയം ഞങ്ങളെല്ലാം ഡാൻസ് പഠിക്കേണ്ടി വരുമോ? അതല്ല അവരുടെ, ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിൽ അവർ നന്നായി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ചിന്ത പറഞ്ഞല്ലോ, പ്രളയം വന്ന സമയത്തും കോവിഡ് വന്ന സമയത്തും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തത് ഈ ജെൻസി എന്ന് പറയുന്ന യൂത്ത് ആണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പൊ അവരെയും കൂടി ഈ സമൂഹത്തിൽ അവരിലേക്ക് ഇറങ്ങി ചെല്ലണം. ഓക്കെ, ദീപ്തി അതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞില്ല. തീർച്ചയായിട്ടും നമ്മള് ഈ ഞാൻ പറയാം, ഞാനിപ്പോ ആലോചിക്കുകയായിരുന്നു, ഇപ്പൊ ഈ പ്രായത്തിൽ ഞങ്ങളുടെയൊക്കെ ഈ പ്രായത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന പൊളിറ്റിക്സ്, ഞങ്ങൾ ചെയ്തിരുന്ന പൊളിറ്റിക്സ്, അതൊന്നും അവർക്ക് ഇപ്പൊ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ആ കാലഘട്ടത്തിന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം വന്നതിനനുസരിച്ച് അവരുടെ താല്പര്യം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു മൂവ് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് പൊളിറ്റിക്സിൽ. അതായത് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനനുസരിച്ച് പുതിയ തലമുറയ്ക്ക് അനുസൃതമായ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനൽ ചർച്ചകളും മാധ്യമങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ മാറ്റം നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ വരുന്ന വലിയൊരു തലമുറയെ നമ്മൾ അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ളത് വരും. അത് വലിയൊരു രാഹുൽ, ഒറ്റ മിനിറ്റ്. നമ്മൾ ഈ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും, നമ്മൾ ഈ ചാനൽ ചർച്ചയിൽ എടുക്കുന്ന എല്ലാ വിഷയങ്ങളും കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ്. നമ്മൾ എന്താ ചർച്ച ചെയ്യുന്നത്? നമ്മൾ തൊഴിലില്ലായ്മയാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം, ഇതൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഫോർമുല ഉണ്ടല്ലോ, ആ ഫോർമുലയാണ് വർക്കാവാത്തെ. ഈ ഒച്ച ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിലാറ് ഒച്ച ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഇത് ആരും കേൾക്കൂല. ഐ മീൻ എന്താ വേണ്ടത് പറഞ്ഞു. നമ്മളെങ്കിലും സ്വാധീനിക്കുക അഭിപ്രായം. റീലായിട്ട് ഇവരിതൊക്കെ കാണും. സമാധാനത്തോട് കൂടി പറയുകയാണെങ്കിൽ ഈ ബഹളമല്ല ഇതിന്റെ സ്വഭാവം. ചാനൽ ചർച്ചകൾക്ക് ഒരു വൈബ് വേണം. ഇപ്പൊ ഉള്ള ചർച്ചകളെല്ലാം ഡാർക്കാണ്. നിങ്ങളെല്ലാം വെറുതെ കരുത് സീനാക്കുകയാണ്. ശ്രീകണ്ഠൻ നായർ രാവിലത്തെ മോർണിംഗ് വാർത്ത വായിക്കാറില്ലേ? രാവിലെ എല്ലാ വീടുകളിലും വാർത്ത വെച്ച് തുടങ്ങാൻ, ഈ പാട്ട് വെച്ച് തുടങ്ങുന്നതിന് പകരം വാർത്ത വെച്ച് തുടങ്ങാൻ ഒരു കാരണക്കാർ അങ്ങ് തന്നെയാണ്. കാരണം അദ്ദേഹം മനോഹരമായി നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന അവതാരണ രീതിയിലേക്ക് മാറ്റം വരുത്തിയ ഉപജ്ഞാതാവ് താങ്കളാണ്. അതുകൊണ്ടാണ് വാർത്ത ഇപ്പോൾ ആളുകൾ കാണുന്നത്. കാരണം അതിൽ മാറ്റം വന്നു. അതുപോലെ നജീബ് പറഞ്ഞ ഒരു കാര്യത്തോട് എനിക്ക് അതിനകത്ത് ഒരു കാര്യം പറയാൻ സുല്ലേ, ഞാൻ എന്താണെന്ന് ആലോചിച്ചത്, ഞാനിപ്പോ എന്റർടൈൻമെന്റ് ചാനലിൽ നിന്നാണല്ലോ വാർത്താ ചാനലിലോട്ട് പോയത്. അപ്പോൾ ഫ്ലവേഴ്സിലായിരുന്നു, അത് അങ്ങോട്ട് പോയതാണ്. പോയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പോൾ ഉദാഹരണത്തിന് കുതിരവട്ടത്ത് ശ്രീരാമന്റെ കിണറ്റിൽ ഒരു പട്ടി വീണു. അപ്പോൾ പണ്ടൊക്കെ ശ്രീരാമന്റെ കിണറ്റിൽ ഒരു പട്ടി വീണു, ഈ കള്ളത്തൊണ്ടിൽ കുടക്കെട്ടെടുത്ത് വായിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചാ നമ്മുടെ നാട്ടിൻപുറത്തുള്ളത്, എടാ ആ കിണറ്റിനകത്ത് പട്ടി വീണു കേട്ടോ എന്ന് പറ, അതങ്ങ് അങ്ങനെ അങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആളുകൾക്ക് മനസ്സിലാവും കാര്യം അവിടെ നിൽക്കുന്ന. അല്ലാതെ വേവ് ലെങ്ത് മാച്ചിങ് വരുന്നുണ്ട്. അവിടെ കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു വേവ് ലെങ്ത് ഇവിടെ നമ്മുടെ അജ്മ പറഞ്ഞ ഒരു കാര്യത്തില് നമ്മൾ ബഹളം വെക്കുന്ന പ്രശ്നമല്ല. ഇപ്പോ അമേരിക്കയിൽ ഇരിക്കുന്ന, ഞാനിപ്പോ അഭിപ്രായ വ്യത്യസ്തമുള്ള കാര്യമല്ല ആയതുകൊണ്ട് നിങ്ങളത് കയറി ഉടക്കാൻ നിൽക്കണ്ട. ഞാൻ പറയുന്ന ഒരു കാര്യം, അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യയിൽ നടന്ന ഒരു അനീതിയെ സംബന്ധിച്ച് സംസാരിച്ചപ്പോ കോടിക്കണക്കിന് ആളുകൾ കേട്ടു, ജൻസി കേട്ടു. നമ്മളും ഇതേ കാര്യം സംസാരിക്കുന്നുണ്ട്, അവരാരും കേട്ടിട്ടില്ല. അപ്പൊ നമ്മൾ എവിടെയാണ് പോയി പറയുന്നത്, അവരെവിടെയാണ് കേൾക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. അവരുടെ കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവരുടെ വേവ് ലെങ്ത്തിന് അനുസൃതമായ അവരിയ്ക്കുന്ന വേദിയിൽ പോയി സംസാരിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു സംവേദനക്ഷമത നമ്മുടെ ചർച്ചകൾക്ക് ഉണ്ടായ ലാംഗ്വേജ് ഉൾപ്പെടെ മാറണം. പറയുന്നതിനകത്ത് ഒരു വാസ്തവ താങ്കൾ സംസാരിക്കുന്നുണ്ടോ? തുടക്കത്തിൽ പിടിച്ചൊരു വിഷയമുണ്ട്. ആ വിഷയത്തിൽ നിന്ന് ചർച്ച വ്യതിചലിച്ച് പോകുന്നതിന്റെ ചില ചർച്ച എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അവസാനം വേറെ അവസാനിക്കും. ഓരോ ചർച്ചയ്ക്ക് ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോ പൊതുജനം പബ്ലിക് ആഗ്രഹിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടായി, അവർക്ക് എന്ത് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഇവിടെ ബഹുമാന്യായ റെജി ലൂക്കോസ് പറഞ്ഞ പോലെയുള്ള ഇത്തരം ചില ചർച്ചകൾ നടക്കുമ്പോഴത്തേക്ക് അനാവശ്യപരമായിട്ടുള്ള ടോക്ക് ഒഴിവാക്കണം. 5 minutes കൂടെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ജെൻസിക്ക് പറയാനുണ്ടോ? പേരൻസ് ചർച്ച വെക്കുമ്പോ നമ്മള് കേൾക്കും. നമുക്ക് എന്തെങ്കിലും അവര് ഇവിടെ ചർച്ച ചെയ്യുന്നവരൊക്കെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ നമ്മളിതില് നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ പിന്നീട് തിങ്ക് ചെയ്യും, അതങ്ങനെ അല്ലല്ലോ. അപ്പൊ നമ്മൾ പോയിട്ട് അതിനെ പറ്റി നമ്മൾ അന്വേഷിക്കും, പഠിക്കും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യും. അപ്പൊ ഇവര് സ്ട്രൈക്ക് ആവുന്ന കാര്യം പറയണം.
നമ്മൾ നമ്മുടെ ഒരു വൈബിനനുസരിച്ച് പറയണം. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ശരി, കറക്റ്റ്. അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. അത് തന്നെ, അവർക്കൊരു കണക്ഷൻ വേണം. അപ്പൊ നിങ്ങളെന്തോ പറയാൻ വന്നല്ലോ, പറഞ്ഞോളൂ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇരിക്കുന്ന ഈ കുട്ടികളുണ്ടല്ലോ, അവരിപ്പോ ശരിക്കും പറയാൻ ഒന്ന് ഉണർന്നത് ഈ പൂക്കി മന്ത്രിസഭ എന്ന് പറഞ്ഞ നമ്മളെ പുതിയ മുഖ്യമന്ത്രി വന്നില്ലേ, ആ സമയത്താണ് ഇവരോട് കൂടുതൽ അവര് പൂക്കിങ് മുന്നേ ഉണർന്നവരാ. അതെ, അതല്ല പറഞ്ഞത്. ഇപ്പൊ കുറച്ചുകൂടി യങ്സിനെ കയ്യിലെടുത്തത് അദ്ദേഹം വന്നിട്ട് ശേഷമാണെന്ന് എന്ന് ആണ് തോന്നുന്നത്. അതെ, അന്തിച്ചർച്ചകളിൽ രാഷ്ട്രീയ താല്പര്യമുള്ളവര് ആണ് കൂടുതൽ ഈ ചർച്ചകൾ കാണുന്നത്. അതൊരു മര്യാദയില്ലാത്ത രീതിയിലേക്ക് ചർച്ചകൾ മാറി മാറി പോകുമ്പോഴാണ് ഈ ചാനൽ മാറ്റി വെക്കുന്നത്. ഇത് കൂടുതൽ ഇപ്പൊ സീരിയൽ ഉള്ളത് കൊണ്ട് പെണ്ണുങ്ങൾ മുഴുവൻ അത് ആ ഒരു ലൈനിലേക്കൊക്കെ പോകുമ്പോ പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും പറയരുത്. സ്ത്രീകളായിട്ടുള്ളവർ വാർത്തയൊന്നും കാണുന്നില്ല ആരും. അന്തിച്ചർച്ച ആ സമയത്ത് ചാനൽ മാറ്റിക്കൊണ്ട് പോകും. കാണിക്കാം. ജൻസികളുടെ ഭാഷയിലേക്ക്, കുട്ടികളുടെ ഭാഷയിലേക്ക് നമ്മൾ വരണം എന്ന് ആദ്യം പറഞ്ഞൊരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് വീടി. ഞാൻ അതില് പക്ഷം ചേരുകയല്ല, പക്ഷെ അങ്ങനത്തെ സ്റ്റൈലിലേക്ക് മാറണം എന്നൊരു കാര്യം മുഖ്യമന്ത്രി ചർച്ചയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ VD സതീശൻ എന്ന് പറയുന്ന ഒരു പൊളിറ്റീഷ്യൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ല മാതൃകയാണ് എന്ന് പറയാം. ആര് പറഞ്ഞാലും നല്ല മാതൃകയാണ്. ഒറ്റ കാര്യം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ട്. മാധ്യമങ്ങൾ ആർക്കൊപ്പം നിൽക്കണം എന്നുള്ളത്. മാധ്യമങ്ങൾ നിഷ്പക്ഷമായിട്ട് എന്ന് വെച്ചാൽ ജനങ്ങൾ നീതിക്കൊപ്പം, നമ്മൾ പബ്ലിക്കായിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പബ്ലിക്കായിട്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് റൺ ചെയ്യുന്ന ഒരു ഗവൺമെന്റിനെ കുറിച്ച്, നാടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാണ്. മാധ്യമങ്ങൾ ഞങ്ങൾക്ക് ആർക്കും ഒപ്പം നിൽക്കണ്ട, നീതിക്കൊപ്പം നിൽക്കണം, ജനങ്ങൾക്കൊപ്പം നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാവരും നാട് ഇതുവരെ നേടിയ എല്ലാ പുരോഗതിയുടെയും പിന്നിൽ മാധ്യമങ്ങൾക്കൊരു വലിയ പങ്കുണ്ട്. അത് കഴിഞ്ഞ നാളുകളിൽ പത്രമാധ്യമങ്ങളായിരുന്നെങ്കിൽ ഇന്ന് ആ ഒരു റോള് നിങ്ങൾ ചാനലുകളാണ്. അതുകൊണ്ട് ഈ നാടിനെ മുൻപോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ചാനലുകൾക്കുണ്ട്. കേവലം കക്ഷി രാഷ്ട്രീയത്തിന്റെ വാഗ്വാദങ്ങൾക്കപ്പുറത്ത് അർത്ഥപൂർണമായ ഈ ജനതയുടെ ഉന്നേറ്റത്തിനും വളർച്ചയ്ക്കും പുരോഗതിക്കും ആവശ്യമായ ചർച്ചകളും മറ്റും ഈ ചാനലുകൾക്ക് മുൻകൈ എടുത്ത് ഉണ്ടാകണം എന്നുള്ള വലിയ അഭ്യർത്ഥന പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വയ്ക്കാനുണ്ട്. ഞാനൊരു അഡീഷൻ ഇട്ടോട്ടെ. യെസ് സർ. ജയ് ഹിന്ദ്. കാര്യം ആ പ്രസംഗത്തിന്റെ അവസാനം അങ്ങനെ വേണം അല്ലേ? അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? നജ്മ പറഞ്ഞ കാര്യത്തില് ഈ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്നതിന് മാത്രമല്ല, അതായത് ഈ അരാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി ഉണ്ട്. രാഷ്ട്രീയം വേണ്ടതല്ല, നീതിയുടെ രാഷ്ട്രീയമാണ് മാധ്യമങ്ങൾ സ്വീകരിക്കേണ്ട രാഷ്ട്രീയം. എനിക്ക് എതിർപ്പുണ്ട്. അരാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയമാണ്. അരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അപകടകരമായ രാഷ്ട്രീയമാണ്. അരാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു ടേം തെറ്റാണ്. അരാഷ്ട്രീയത്തിലും രാഷ്ട്രീയമുണ്ട്. എന്തുകൊണ്ടാണ് അവർ അത്രത്തിൽ ചിന്തിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയത്തുണ്ട്. ഞാൻ പലപ്പോഴും ഒബ്ജക്ട് ചെയ്തൊരു വേർഡാണ് രാഷ്ട്രീയത്തിന്. ഇവര് രാഷ്ട്രീയവാദികളല്ല, അവരുടെ രാഷ്ട്രീയം അല്ല. രാഷ്ട്രീയത വളർന്നെങ്കിൽ നമ്മുടെ കുഴപ്പമില്ലേ? അതെ, അത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള നമ്മുടെ കുഴപ്പമാണ്. അതായത് രാഷ്ട്രീയം രാഷ്ട്രീയക്കാരന് മാത്രം ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു താങ്കൾ പറഞ്ഞു ലാസ്റ്റ് ലൈൻ. താങ്കൾ പറഞ്ഞു സെക്രട്ടേറിയറ്റിൽ ഇപ്പൊ മാധ്യമങ്ങൾക്ക് വീണ്ടും വിലക്കുകൾ വന്നിട്ടുണ്ട്. അത് അതൊക്കെ വെറുതെയുള്ള കഥ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ വെറുതെയുള്ള കഥകളാണ്. ആനന്ദേ അതൊക്കെ വെറുതെയുള്ള കഥകളാണ്. മനോരമ റിപ്പോർട്ട് നിങ്ങൾ കാടിലൊന്നും പോലെ ഒരു വിലക്കും അവിടെ ഇല്ല. ഞാനത് അന്വേഷിച്ച ഒരു വിലക്കും അവിടെ ഇല്ല. മാത്രമല്ല ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാം. ഒരു വിലക്കും അത് വെറുതെ പറഞ്ഞ കേസാ. ഞാൻ ഈ ഇടയ്ക്ക് അവിടെ സെക്രട്ടറിയുടെ ഫ്രണ്ടിൽ പോയപ്പോഴേ സിഎമ്മിന്റെ ഓഫീസിലോട്ടൊന്ന് പോവാന്ന് അവിടെ നിന്ന് സിയോട് പറഞ്ഞു. അങ്ങനെ ചിരിച്ചു. അപ്പൊ ഞാൻ എന്താ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു 10-200 പേര് മേലോട്ട് കയറിപ്പോയിരുന്നു. ആദ്യമായിട്ട് ഒരാൾ പറഞ്ഞതെന്ന് പറഞ്ഞു. എന്തായാലും ഈ സംവാദം കൊണ്ട് പൊതുജനങ്ങൾക്ക് ഇതിന്റെ പിറകിൽ നടക്കുന്ന കുറെ പ്രശ്നങ്ങൾ മനസ്സിലായല്ലോ. അന്തിച്ചർച്ചകൾ എന്തുകൊണ്ട് ജൻസിയെ സ്വാധീനിക്കുന്നില്ല എന്നതുൾപ്പെടെ കുറെ പ്രശ്നങ്ങൾ ഇവിടെ സംബന്ധിച്ചു. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഞങ്ങളുടേതുൾപ്പെടെയുള്ള ചാനലുകളെ സ്വാധീനിക്കട്ടെ. ചർച്ചകൾ കുറച്ചുകൂടി പ്രേക്ഷകരിലെത്തിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ അവർ നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി ഇനി നാളെ രാത്രി 8:15. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.